ായി പറഞ്ഞു, ബുഖാരിയാണോ മുസ്ലിമാണോ പിന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് സ്വീകരിച്ചോളണം. ആ അന്വേഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അവർ നടത്തിക്കഴിഞ്ഞു. അവർ ജീവിച്ച കാലഘട്ടത്തിലും തീരുമാനിച്ചു കഴിഞ്ഞതാണ് അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ. സ്വീകരിച്ചോളൂ സമാധാനത്തോടുകൂടി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം ബുഖാരി, അത് കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം മുസ്ലിം. ഈ രൂപത്തിലാണ് ഇത്രയും കാലം കഴിഞ്ഞു വന്നത്. ഇപ്പോഴെന്തോ ഒരു ചെറിയ ഒരു അസുഖം പോലെ വരട്ടെ. അസുഖം വേറൊന്നുമല്ല റഹ്മദനി, നമ്മളെ സുല്ലമിണ്ടാക്കിയ അസുഖ, കരിമ്പുലാക്കലും അലിമതിന് ഏറ്റുപാടിയ അസുഖ. പിന്നെ ഇപ്പൊ കേൾക്കുന്നൊരു വിഷയം എന്താ അറിയോ? ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബിൽ അഅ്ലാ. ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, അതിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മനെ അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പടച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ഈ ഒരു വാചകം മാത്രം പോരെ മടപുരിയുടെ സകല പേരും ഓർക്കാൻ. നിങ്ങൾക്ക് എന്ത് പറയണ്ടേ? അബ്ദുറഹ്മാന് പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? മൂപ്പർ നിങ്ങൾ ആളല്ലേ? വർത്തമാനം ആകെ വീഴാൻ പോകണ വീണ് അങ്ങേറ്റെത്തിയ സന്ദർഭത്തില് താങ്ങിരുത്താൻ കൊണ്ടായത് ഖത്തർക്കാണല്ലോ, അല്ലേ? ആ അബ്ദുറഹ്മാനെ കുറിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അയാളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം പലയിടത്തും ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അവസാനമായിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. എന്താണല്ലേ ഇദ്ദേഹം പറയാണ്, നമ്മുടെ സലാസുല്ലമി പറയുന്ന ഒരു ആരോപണം. എന്താ ആരോപണം എന്ന് കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് പണ്ഡിതിനെ കുറിച്ച് പറയുന്ന ആരോപണം കേട്ടോളൂ. ഇവരുടെ നിലവാരം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രത്തോളം എന്നറിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്റെ സഹോദരി ജമീല ടീച്ചർക്ക് ഫോൺ ചെയ്യും. ജുമാന്റെ സമയത്ത് വരെ പള്ളിക്ക് പോകാതെ, ജുമാക്ക് വരെ പോകാതെ ബിരിയാണി ഉണ്ടാക്കി തിന്നുകൂടിയ വലിയ മഹാൻ, സെക്രട്ടറി സ്ഥാനത്ത് വരെ നിൽക്കണ, ഇപ്പൊ സെക്രട്ടറി സ്ഥാനത്ത് വരെ നിൽക്കുന്ന മഹാന്മാരാ കൂട്ടത്തിലുണ്ട്. അത് ആരാന്ന് അറിയണമെങ്കിൽ ഞാൻ പറയണ്ട, നിങ്ങളെ ഭാഗത്തുള്ള ആളെന്നെ ജമീല ടീച്ചർ. ആ ജമീല ടീച്ചറെ കുറിച്ച് ചോദിച്ചാൽ മതി. കണ്ടോ, ജുമാക്ക് പോലും പള്ളിയിൽ പോവാതെ ബിരിയാണി വെച്ച് തിന്നുന്ന ഒരാള് നിങ്ങളുടെ സെക്രട്ടറിയിലുണ്ട്. അത് ആരാണെന്ന് അറിയണമെങ്കിൽ ജമീല ടീച്ചറെ വിളിച്ചു ചോദിച്ചാൽ മതി. ഞാൻ പറയണില്ല. ഇയാള് CD ഇറക്കാണ്. നമ്മള് ചോദിച്ചു ജമീല ടീച്ചറോട്. ജമീല ടീച്ചർ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ഇയാൾ ആരാന്നപ്പോ നിങ്ങൾ മനസ്സിലാവും. സ്വന്തം പെങ്ങളാ പറയണേ, കേട്ടോളൂ. ഹലോ, പിന്നെ ഞാൻ വിളിച്ചതേ സലാമൗലവിന്റെ പുതിയൊരു സീഡിയിലേ പിന്നെ ഒരു വിഷയം പറയണ്ടേ. പിന്നെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോവാതെ വീട്ടിലിരുന്ന് ബിരിയാണി തിന്ന സെക്രട്ടറിമാര് കേന്ദ്രമുണ്ട്. അത് ആരാണെന്ന് അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് വിളിച്ച് ചോദിച്ചാൽ മതിയെന്ന്. ഞാൻ ആ സീഡിയും കണ്ടിട്ടില്ല. പുതിയ ഇറക്കിയതാ. പിന്നെ നമുക്ക് പറയാനുള്ള ചില വിഷയങ്ങൾ വേണ്ടി ഇറക്കിയതാണ്. എനിക്കറിയില്ലടാ, ഞാൻ കേട്ടിട്ടില്ല. പഠിച്ചോന്ന് എന്നാ സലാമലി ആരാഞ്ഞ അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് ചോദിച്ചാൽ അബുലമിനോരെന്താ വിരാമ്പുണ്ടോ? എനിക്കറിയില്ലടാ, ഞാൻ അമ്മാരി വിചാരിച്ചപ്പോ ഇല്ലേ പഠിച്ചോനെ. എന്നാ ശരി, സലാമോലി കള പറഞ്ഞായിരിക്കും. സലാമോലി കള പറഞ്ഞായിരിക്കും. ആരാ അടുക്കണേ? നമ്മക്കിപ്പോ മറ്റുള്ളവരെ കാര്യങ്ങൾ ജഗന്യന്വേഷിക്കണ പണിയില്ലല്ലോ. മൂപ്പര് അങ്ങനെ എത്ര പറയണേ? ആരാപ്പോ അവിടെ നിസ്കരിക്കാൻ പോകണമെന്നല്ലോ. നമ്മൾക്ക് അതിന്റെ ഏർപ്പാടില്ല. അല്ല തെജസ്സും നല്ല പഠിച്ചോ പറഞ്ഞത്. മൂപ്പര് പറയണത് ആരാണ് അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് ചോദിച്ചാൽ മതി. ആരാണ് അറിയണമെങ്കിൽ, പേര് അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് ചോദിച്ചാൽ മതി എത്ര പറയണേ. അബുലമീനെ എനിക്കറിയില്ല. ഓരോടൊക്കെ ചോദിച്ചു നോക്കി. ഓക്കെ, അസ്സലാമലൈക്കും. കണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് അഭിപ്രായം? ഇതെന്താ സംഭവം അറിയോ? ഇദ്ദേഹം ബുദ്ധിക്ക് എടുക്കാതൊക്കെ തള്ളിക്കളയേണ്ടതാണല്ലോ. അപ്പൊ ഇദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരാൾ ജുമാക്ക് പോകാതെ ബിരിയാണി വെച്ച് തിന്നു എന്ന് പറഞ്ഞാല് നമ്മൾ സ്വാഭാവികമായിട്ടും അർത്ഥം ചോദിക്കും, എന്ത്? അപ്പൊ ഇയാൾ എവിടെയാണ്? ഇയാൾ കാണണമെങ്കിൽ ഇയാൾ അവിടെ ഉണ്ടാവണല്ലോ. ഇയാൾ കാണണമെങ്കിൽ മറ്റേ ജുമാക്ക് പോകാതെ ബിരിയാണി ഇന്നാണെന്ന് കാണണമെങ്കിൽ ഇയാൾ ജുമാക്ക് പോയിട്ടില്ലെന്ന് അർത്ഥം.
അപ്പൊ ഇയാൾ ബുദ്ധിക്ക് നിരക്കേണ്ട രൂപത്തിലാക്കിയതാ. അത് എന്നോട് ചോദിക്കണ്ട, ആരോട് ചോദിച്ചാൽ മതി? പെങ്ങളോട് ചോദിച്ചാൽ മതി. ഇത് കേൾക്കണ കൗമ മുഴുവൻ ഇത് വിശ്വസിച്ച് നടക്കൂലേ? എന്തിനാണ് ഈ കളവ്? എന്തിനാണ് ചതി? അപ്പോ അള്ളാന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് പുറമെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലുള്ള വഞ്ചനയും മടവൂരുകൾ ശീലമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് വളരെ വ്യക്തമായി എന്റെ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത്, അള്ളാഹുവിന്റെ ദീൻ അതിന്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. മുജാഹിദ് പ്രസ്ഥാനം പുതിയ ഒരു ആശയം പറയാൻ വന്നവരല്ല, പുതിയ ഒരു തത്വം പഠിപ്പിക്കാൻ വന്നവരല്ല. നേരെ മറിച്ച് ഖുർആനും സുന്നത്തും സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാൻ വന്നവരാണ്. നാളെ അങ്ങനെ കട്ട് കേൾക്കുന്ന സമ്പ്രദായം ഉണ്ടോ ഇല്ലേ? നമ്മുടെ എന്റെ നാട്ടുകാരനായ സുഹൃത്ത് അതിനെ സംബന്ധിച്ച് എന്താ മൂപ്പര നിലപാട് പറഞ്ഞു കേട്ടളി. എവിടൊക്കെ ഈ കെ സക്കരിയയുടെ നാമൊക്കെ കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി എന്താ അബ്ദുറഹ്മാൻ സലഫി അവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം കട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുമോ? ഷെയ്ത്താന്റെ ആളുകൾക്ക് കട്ടുകേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ ഷെയ്ത്താന് കട്ടുകേൾക്കാൻ സാധ്യമല്ല. ഒന്നുമില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ചിലപ്പോഴവർ പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ. നമ്മളെ മനസ്സിലതേ ചോദ്യം. തിൽക്കൽ കെലിമത്ത് ബിനൽ ഹഖ്. ആ സത്യമായ വാക്കില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. യഖ്തിഫുഹൽ ജിന്നിയു, അത് ഒരു ജിന്ന് പഠിച്ചെടുക്കുന്നതാ. സുമ്മ യുഖിറുഹ ഫീ ഉദിനി വലിയി, തന്റെ മിത്രമായ മനുഷ്യന്റെ ചെവിയിൽ അവരത് പറഞ്ഞു കൊടുക്കും. ഫയഖ്ലിതുഹ ബിമിയത്തി കദിബ, അതിനോട് കൂടി ഒരു 100 കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത്. മനസ്സിലായില്ല അല്ലേ? ഭൂതഗണങ്ങൾ, ഈ ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ്, ജീവികളാണ്. പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് യാത്ര ചെയ്യാൻ, കടന്നുപോകാൻ അനുവാദമുണ്ട്. അവയുടെ രൂപം നമുക്കറിയില്ല, അവക്ക് കടന്നുപോകാം. അത് പോയി കഴിഞ്ഞിട്ട് അവെന്തുണ്ടാവുന്നു? ആ ഉപരിലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം, അള്ളാഹു നിർദ്ദേശിച്ച ഒരു വഹിയെ, ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്ന അള്ളാന്റെ വഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, എന്റെ ഭാവനയല്ല, ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത്, ഹദീസാണ്. സംസാരിക്കുമ്പോൾ ഈ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക? അവയെ ഉൽക്കകൾ കൊണ്ട് എറിഞ്ഞ് നശിപ്പിക്കും, തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും, കേൾക്കാൻ സമ്മതിക്കില്ല. എന്നാൽ വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും. അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും? അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യപിശാചുക്കളുണ്ടല്ലോ, ആ മനുഷ്യപിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. എങ്ങനെ നമുക്കറിയില്ല, ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഈ ജ്യോത്സ്യൻ എന്ത് ചെയ്യുന്നറിയോ? ഇതിന്റെ കൂടെ ഒരു 100 കള്ളം കൂടി കൂട്ടി പറയും. 100ഉം കളവാവും, 1 നടക്കും. നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും, കളവായത് ആളുകൾ മറക്കും. ഇതാണ് ഈ സംഭവിക്കുന്നത്. ഇതാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടെ പറഞ്ഞു? സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും പറഞ്ഞു. എവിടുന്ന് കിട്ടി? ഈ ആശയം ഖുർആനിലുണ്ട്. അപ്പോ അലിമദനി പറയാണ് അങ്ങനെ ഒരു സംഗതി ഇല്ല. റഊഫ് മദനി പറയാണ് ഉണ്ട്. ഏതാ യഥാർത്ഥ മടവൂരിസം? ഏതാ യഥാർത്ഥ മടവൂരിസം? ഇതിൽ ഹുസൈൻ മടവൂരിന്റെ വിശ്വാസം ഏതാ? നമ്മുടെ വലിയ നേതാവ് അലിമദനി പറഞ്ഞതാണോ മറ്റേ ആള് പറഞ്ഞതാണോ? ഒന്ന് ആലോചിക്കങ്ങള്. അങ്ങനെ ഉണ്ടല്ലേ, റൂഹ്മദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, റൂഹ്മദന് തുടങ്ങി പ്രസംഗം അഥവാ കായംകുളത്തെ എരുവയിൽ വെച്ചുകൊണ്ട് നടന്ന ആ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗം നിങ്ങളിത് കേട്ടു അല്ലേ? ഞാനും അബ്ദുറഹ്മാൻ സലഫിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ മതപരമായ വിഷയത്തിൽ ഒരേ മൻഹജിലുള്ളവരാണ്, ഒരേ അഖീദയിലുള്ളവരാണ്. ചില ദീനീ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുമായി നേരിടുന്ന വിഷയത്തിൽ എങ്ങനെ നേരിടണമെന്നതിനെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ ഒരേ മൻഹജിലുള്ളവരാണ്. ഒരേ മൻഹജിലുള്ളവർ തമ്മിൽ തർക്കം ഉണ്ടാവും. നിങ്ങളതോ കണ്ടോ എവിടെയാ മടവൂരി ഗ്രൂപ്പിസം? നീ കേട്ടോ, ഇയാള് ശിർക്കാണെന്ന് പറയുന്നത് ചെറിയമുണ്ടാവും, ശിർക്കല്ല എന്ന് പറഞ്ഞ ഇയാള് ശിർക്കാണെന്നാണ്. അപ്പോൾ ഒരാൾ ഫോൺ ചെയ്തതാ ഇയാൾക്ക്. കേട്ടോളി. ഹലോ, അസ്സലാമലൈക്കും. ചെറിയൊക്കെ ശബാബിലേ മുസ്ലിമിന്റെ ചോദ്യോത്തരത്തിന്റെ മറ്റേ വിഷയം ഉണ്ടല്ലോ, മറ്റേ വിജനപ്രദേശത്ത് വെച്ച് അള്ളാഹു എന്നെ സഹായിക്കണമൊക്കെ പ്രാർത്ഥനയാവട്ടെ. അതിപ്പോ ഞാൻ നോക്കുമ്പോഴാ വളരെ അപകടമാണ് അയാളെ. അത് ആരെയും മുസ്ലിം കൈകാര്യം ചെയ്യണത്? അത് ചെറിയ മുണ്ടേ. എന്താ അപകടം എന്നറിയാം. കാരണം
തായ്മയോടുകൂടി അദർശ്യ മൽക്കിനും തിന്നിയും വിട്ടു തേടിയാൽ തന്നെ തായ്മയല്ല. വിക്കൽ ഘട്ടത്തിൽ സായം തരുന്നതന്നെയല്ലേ തായ്മ. ഇതിപ്പോ സാറിന്റെ ശ്രദ്ധപ്പെട്ടല്ലേ? ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധപ്പെട്ട. ഇങ്ങോട്ടാരെ വിളിച്ചു വന്നിട്ടാ നോക്കിയതാ. എല്ലാരെയും വിളിച്ചു വന്നിട്ട് ഞാൻ ഒരാള് ഏതൊരു ചങ്ങായി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. നേതാക്കളാരെയും വിളിച്ചു ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വിളിച്ചു നോക്കി. എന്താണ് അതിപ്പോ നമ്മൾക്ക് വിദ്യാപ്രദേശത്ത് വിളിച്ച പ്രാർത്ഥന പോലെ നമുക്ക് യോജിക്കാൻ പറ്റുമോ? എങ്ങനെ യോജിക്കാൻ പറ്റുന്നത്? മലക്കിനും തിന്നിയും ഉദ്ദേശിക്കാത്ത പ്രാർത്ഥനയില്ലേ? അത് കൃത്യമാർഗത്തിലുള്ള സായഞ്ചാത്ത പ്രാർത്ഥനയല്ലേ? ചെറിയ മുണ്ടാണ് എഴുതുന്നല്ലേ? മൂപ്പര് മുമ്പ് എഴുതിയിരുന്നില്ല വിഷയം. മൂപ്പര് എഴുതിക്കുന്നത് കൊണ്ട് ന്യായീകരിച്ചതാണ് മൂപ്പര് അതിനെ. അതെന്താ അങ്ങനെ? മൂപ്പർക്ക് എന്താ ഇല്ല ഇങ്ങനെ? എന്താ അറിയില്ല, അയാള് മുമ്പ് എഴുതിയതാണ്, ഇനി മൂന്ന് ന്യായീകരിച്ചെന്നുള്ളൂ. സഭാവ് വീട്ടുകാരൻ ചോദിച്ചു. രാമോരുവിന്റെ ലേഖനം 2-3 ലക്കം കഴിഞ്ഞ ഈ ലക്കത്തിലല്ല, കഴിഞ്ഞ 2 ലക്കം ഇല്ലല്ലോ. 5 കൊടുക്കൂല, 5 കൊടുക്കാൻ താല്പര്യം. ഞാൻ ലേഖനം കൊടുക്കലുണ്ട്, എന്നാലും ഒരു പ്രതികരിക്കൂല. എന്റെ ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. ഉൽക്കനോട് താല്പര്യം, ഇങ്ങനത്തെ നിന്നോടൊക്കെ താല്പര്യമുള്ളൂ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സാർ, ഇത് കാസർഗോഡ് നിന്നാണ്. പിന്നെ എന്നൊക്കെ ഇപ്പൊ സാറിന്റെ ലേഖനം സബാബില് 2 ലക്ഷം. ഞാനിപ്പോ ഓരിങ്ങനെ പ്രസിദ്ധീകരിക്കും, ഞാൻ കൊടുക്കലുണ്ട്. ഓലിങ്ങനെ മാറ്റിയൊക്കെ വെച്ച അങ്ങനെ അതായപ്പോ വേഷം വന്നത്. ഞാൻ സബാബിൽ വരാത്തന്നൊക്കെ ലേഖനം കൊടുക്കലുണ്ട്. ഓല് ഏത് ലേഖനം ഇല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കും. അത്ര. അപ്പൊ രണ്ടാമത്തെ ഉള്ളില് കുറച്ച് ചെറിയ മുണ്ടിത്തിന്റെ ആശയക്കാരുണ്ട്. ഏതായാലും ഈ ആഴ്ച കൊടുത്തിരുന്നല്ലോ. ഈ ആഴ്ച അങ്ങനുണ്ട്. ഈ ആഴ്ച നല്ല സാറാ. ഞാനിപ്പോ ഒരു 15 ലക്ഷത്തേക്കുള്ള ലേഖനം എഴുതി വെച്ചാലുണ്ട്. അല്ല, നമുക്കിപ്പോ അവരൊക്കെ കാര്യമായിട്ടിപ്പോ കണ്ടെഴുതുന്ന സാറ് മാത്രം. അതെ, അതുങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സഭാവക്ക് അതിനോട് വലിയ താല്പര്യമല്ല. ഇന്ത്യ ലേഖനത്തോട് ഓർക്ക് ഇങ്ങനെ വേണ്ടാത്ത ബഡായി ലേഖനത്തോടൊക്കെ താല്പര്യം. നോക്കിപ്പോ ഇതിന്റെ കുറച്ച് നമ്മക്ക് ആദർശമല്ലേ വലുത്. അതെ, ആദർശമാണ് വലുത്. അതിനാ മുൻഗണന നൽകേണ്ടത്. അപ്പൊ ഷബാബിൽ തന്നെ ഇപ്പോ സാറിന്റെ ലേഖനക്ക് എതിരുള്ള ആൾക്കാരുണ്ടല്ലേ? എന്തെന്നോ ഒരിക്കല് നിർത്തിവെക്കണം എന്ന് വരെ പറഞ്ഞിട്ടാണ് ഷബാബിലെ കുറെ ആളുകൾ തന്നെ സാറിന്റെ ലേഖനം. അയ്യോ, അതേതായാലും അങ്ങനെ അനുവദിക്കും. അതാണ്. അതേ നമ്മളിലും കുറച്ചിട്ടുണ്ട്. ഈ ആദർശത്തോട് താല്പര്യമില്ലാതെ ഇങ്ങനെ വടായി ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇതിനോട് താല്പര്യമുള്ള ആളുകള് തന്നെ. നമ്മള് സാറിന്റെ പിന്നെ ഇസ്ലാം പിന്നെ പുറത്തിറങ്ങിയില്ല, എന്തെങ്കിലും നിന്നാ ഇതിപ്പോ നോക്കണം ഇൻഷാള്ള. അല്ലാതെ രക്ഷയില്ലായി സ്വന്തം എന്തേലും മാറ്റി അർപ്പിക്കാനായിട്ട്. അപ്പൊ വളരെ വ്യക്തമാണ്. ഇപ്പൊ എവിടെയാ ഗ്രൂപ്പ് ഉള്ളത്? ഖത്തർ ഗ്രൂപ്പ്, സലാം സല്ലമി ഫാൻസ്, ചെറിയ മുണ്ട ഗ്രൂപ്പ്. നിങ്ങൾ തമ്മിലടിക്കും. 1983 കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് നടന്ന വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ തോറ്റു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും ശക്തിയായി മുജാഹിദ് പ്രസ്ഥാനത്തിന് സഹായകമായ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ തോറ്റു. ആരാ പറയുന്നത്? ഈ മടവൂര് അല്ലേ? കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായ വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായ വിജയം ഒന്നും കിട്ടിയില്ല. അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്. വിജയം കൊട്ടപ്പത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തിവൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണമെന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ സംഭവം പറഞ്ഞാൽ കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംഭവത്തിൽ പങ്ക് ഞങ്ങൾ പിന്നെ ഇതിന്റെ സ്ഥാനത്ത് ഇയാളെ കയറ്റി നോക്കി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത് അതന്നെ. ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലുള്ള ആ സമയത്ത് വരിക അവിടെ കയറിയ വിറ്റേസ്റ്റായിരുന്നു. അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത്. ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തൊക്കെ പ്രലോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ പുളിക്കരിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാർത്തത് വാർത്തത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചതിന് എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇതിന് ചെറിയ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ഇബിന് ചെറിയ അവിടെ വെച്ചിരുന്നത് ദുആന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തിനാ എടുത്തു വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതുണ്ട്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന് കണ്ടോ? സ്റ്റഡി ചെയ്തിട്ടില്ല.
ചെറിയമുണ്ട എവിടെ ഉള്ളത്? അപ്പുറത്താ ഉള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെയും തള്ളി. പിന്നെ എ പിയോടുള്ള ദേഷ്യം അത് പറയണ്ടല്ലോ. എ പിയോട് അത് പിന്നെ പറയണ്ട ആ ദേഷ്യം. അപ്പോ ഇവര് മറന്നുപോയൊരു സംഗതി ഉണ്ട്. എന്താ? CP ആണെന്ന് വിഷയം അവതരിപ്പിച്ചത്, സ്വന്തം ജനറൽ സെക്രട്ടറിയാണ് വിഷയം അവതരിപ്പിച്ചത്. അത് മറന്നുപോയി. എന്നിട്ടെന്താ പറയേണ്ടത്? ഒട്ടപ്പുറത്ത് തോറ്റു, മുജാഹിദികൾ തോറ്റു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ മുജാഹിദുകളെ, ഈ പ്രസ്ഥാനം, ഈ ആദർശത്തെ പഠിച്ച മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ മനസ്സിൽ തട്ടിയത് പറയൂ? എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഈ CD 25ാം വാർഷികം പ്രമാണിച്ച് കാന്തപുരം സുന്നികൾ പുറത്തിറക്കുക ഈ അഭിമുഖം ആഘോഷിച്ചിട്ട്. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് നെറുകിട മനുഷ്യ നിങ്ങൾ ഈ കാണിച്ചത്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ആ സമയത്ത് ഇദ്ദേഹം മറുപടി എഴുതി ശബാബിൽ. എന്താണെന്നറിയാം? എന്റെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നു, കൊട്ടപ്പുറം സംവാദത്തെ പറ്റി ചോദിച്ചു. അപ്പോൾ ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞു പോയതാണ്. സത്യസന്ധമായി പറഞ്ഞു പോയത്. എനിക്കറിയുമായിരുന്നില്ല വന്നവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് അറിയുമായിരുന്നു. ഞാൻ സത്യസന്ധമായി പറഞ്ഞു പോയതാണ്. ഇയാൾ ബോധപൂർവ്വം അത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹം പൊട്ടം കളിക്കല്ല. സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യന്, ആ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമുണ്ടല്ലോ, അത് മനസ്സിലാകാത്ത ഒരാളല്ലത്. നേരെ മറിച്ച് വളരെ വ്യക്തമായി ബുഹാരിയിലെ മുസ്ലിമിലെ ഹദീസുകളെ പോലും വളരെ പച്ചയായി ദുർവ്യാഖ്യാനിക്കാൻ മിടുക്കുള്ള അത്രമാത്രം കാഞ്ഞ ബുദ്ധിയുള്ള ഇദ്ദേഹത്തിന് ആ പരാമർശങ്ങളുടെ ആ വരികൾക്കിടയിലുള്ള വാചകം മനസ്സിലാക്കാൻ കഴിയില്ലേ? അദ്ദേഹം എഴുതി മനസ്സിലാക്കാൻ കഴിയില്ലേ? അപ്പൊ ബോധപൂർവം ഈ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക എന്ന ചിന്ത എങ്ങനെയോ മനസ്സിൽ കടന്നുകൂടി. മടവൂരികളുടെ ചെലവിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സത്യസന്ധമായി പറഞ്ഞതാണ്. അതിനു മുമ്പ് റൌഫ് മദനി ആ പാമ്പിന്റെ മസാല പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കണം. അല്ലാഹ് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഖ്തുലുൽ ജിനാന, നിങ്ങൾ പാമ്പുകളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ഹദീസ് സഹിയാണ്, ബുഖാരിയുടേതാണ് ഹദീസ്. കേൾക്കുക മുസ്ലിമിന്റെ ഹദീസ്. ഇന്ന ബിൽ മദീന ജിന്നൻ, മദീനയിൽ ചില ജിന്നുകളുണ്ട്. ഖദ് അസ്ലമു, അവർ മുസ്ലിങ്ങളായിട്ടുണ്ട്. ഇന്നമിൽ മദീന ജിന്നൻ ഖദ് അസ്ലമു, മദീന പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനം നടക്കുന്ന മേഖലയാണ്. ആ പ്രവാചകനെ കാണാൻ ജിന്നുകൾ വന്നിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഒരിക്കലല്ല ഒന്നിലധികം തവണ. അതിനുശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മദീനയിലെ ചില ജിന്നുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദാ റായിത്തും മിന്നും, അവരെ പറ്റി പിന്നെ വിശദീകരിച്ചു, പാമ്പിന്റെ രൂപത്തിലുണ്ടാവാം. ഫൈദാ റായിത്തും മിന്നും ഷൈഅൻ, അവരിൽ നിന്ന് ആരെയെങ്കിലും നിങ്ങൾ കണ്ടാൽ ആദിനൂഹും സലാസത്ത അയ്യാം, 3 ദിവസം അവരെ നിങ്ങൾ അറിയിക്കുക, പുറത്തു പോകണമെന്ന് പറയുക, ശല്യപ്പെടുത്തരുതെന്ന് പറയുക. ഫൈൻ ബദാലഹും ബഅദാലിക്, വീണ്ടും അതിനെ കാണുകയാണെങ്കിൽ ഫഖ്തുലൂഹു, നിങ്ങൾ ആ പാമ്പിനെ കൊന്നോളൂ. ഫൈനഹു ശൈത്താൻ, അത് പിശാചാണ്. മദീനയിൽ ചില പാമ്പിലെ ജിന്നുകളുണ്ട്. വേറെ ഹദീസ് വിശദീകരിച്ചു, അവ ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ കാണാൻ പറ്റില്ല, പാമ്പുകളായി. ആ പാമ്പുകൾ നിങ്ങൾ വീട്ടിൽ കണ്ടാൽ, പള്ളിയിൽ കണ്ടാൽ എന്താ വേണ്ടത്? കൊല്ലരുത്. അവർ പോവാൻ വേണ്ടി പറയാ, എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് പറയാം. 3 ദിവസം കാത്തിരുന്നിട്ടും ആ പാമ്പുകൾ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കൊന്നോളൂ. ഈ പാമ്പിനോട് 3 ദിവസം പോ എന്ന് പറയാം. അന്നുണ്ടായിരുന്ന സ്പെഷ്യൽ കേസ്. ഇത് വെച്ചുകൊണ്ടല്ലേ മടവൂരികൾ നമ്മളെ കളിയാക്കിയേ. എന്നിട്ടോ കരിമ്പുലാക്കിൽ പറയുന്നുണ്ടെങ്കിൽ കേൾക്കാം. എന്താ പറഞ്ഞറിയാം? പാമ്പിനെ കണ്ട പോ പാമ്പേ, പോ എന്ന് പറയണം. ചില ആൾക്കാരെ കളിയാക്കി പറയും, പാമ്പേ പോ പാമ്പേ എന്നൊക്കെ പറഞ്ഞു. കേട്ടാളി നമ്മളെ കരിമ്പുലാക്കിൽ പറഞ്ഞേ. എന്തൊക്കെ വീട്ടിനകത്തൊരു പാമ്പിനെ കണ്ടാൽ അടിക്കാൻ പാടില്ല, 3 ദിവസം പോകാൻ പറയാം പാമ്പിനോട്. അത് പോകുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യം നോക്കാം. എന്നാൽ നമ്മുടെ ഒരു പാമ്പിനെ അടിച്ചു വന്നു, അത് ജിന്നായിരുന്നെങ്കിൽ കൊലപാതകത്തിന്റെ കുറ്റം ഇയാൾക്കുണ്ടാവോ? റഹ്മദിനോട് ചോദിക്കുക. നിങ്ങൾ നോക്ക്, കളിയാക്കാൻ ലഭി ചോദിക്കണത്. എന്തിനാണ് റസൂലുള്ളാന്റെ ഹദീസുകളെ കുതിര കയറുന്നത്? അത് അന്നുണ്ടായ സ്പെഷ്യൽ കേസ്, ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇതിനെ ആ നിലക്ക് ഹദീസുകളുടെ നേരെ കുതിര കയറ്റം. അങ്ങനെ ഹദീസുകളെ ചവിട്ടി അരക്കുന്നതിനെ സംബന്ധിച്ചും റഊഫ് മദനി താക്കീത് നൽകുന്നുണ്ട്. ഹദീസുകളെ ആ നിലക്ക് പുച്ഛിച്ച് തള്ളുന്നതിനെ സംബന്ധിച്ച് വിവരമില്ലാതെ കാര്യങ്ങൾ പഠിക്കാതെ ആ നിലക്ക് പുച്ഛിച്ച് തള്ളുന്നതിനെ സംബന്ധിച്ചും റഊഫ് മദനി അതിഗുരുതരമായ നിലക്ക് താക്കീത് നൽകുന്നു. കേട്ടോളൂ ആ ഭാഗം കൂടെ. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് സഹായിക്കാൻ സാധിച്ചില്ല. ആ സഹാബികൾക്ക് ആ പ്രവാചകനെ സഹായിച്ചിട്ട് മതി വന്നില്ല.
എന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെതിരെ കുതിര കയറുക യവനും. ആരൊക്കെയെന്നറിയോ? വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഒരു സംഗതിയും പഠിക്കാത്തവൻ, വെറുതെ കുപ്പായം മാത്രം ഇട്ടവൻ. അങ്ങനെ തന്നെ പറയട്ടെ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൻ പോലും പ്രവാചകന്റെ ചരിക്ക് നേരെ കുതിര കയറുക, എഴുതി, പ്രസംഗിച്ച്, ലേഖനം നടത്തി. ഇത് നമുക്ക് യാതൊന്നും വരുന്നില്ല. ഞാൻ വേദനിപ്പിച്ചതല്ല, നമ്മുടെ ഉത്തരവാദിത്വം ഉറപ്പിച്ചതാ. നാം ഒന്നും ഉണരണം. കേട്ടല്ലോ, ഇതാണ് അതിന്റെ കഥ. ഇനി ഈ ഹദീസിനെ ഇവർ കൊച്ചാക്കിയ ആ പാമ്പുമായി ബന്ധപ്പെട്ട് അവർ പരിഹസിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള അക്കരെ നിന്നൊരു സുൽത്താന്റെ ഭാഗമാണ് ഇക്കരെ നമ്മൾ കാണാൻ പോണത്. അത് ജിന്ന, നമ്മക്കറിയാം. പാമ്പിന്റെ കോലത്തിൽ മൂപ്പർ വന്ന് കിടക്കുക. പാമ്പിന്റെ വേഷത്തിൽ വന്ന ജിന്നാണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് കൊല്ലണം. വേഷം മാറി നടക്കണ പടച്ചോന് ഇഷ്ടമല്ല. ജിന്നിനെ കൊന്നാല് ജിന്നുകൾ വന്ന് ഓന്റെ ജീവിതം ഹലാക്കാക്കും. ഓ മാറി നിൽക്ക്. മൂത്താപ്പൊന്ന് ജിന്നുമായിട്ട് സംസാരിക്കട്ടെ. മൂത്താപ്പ വേണ്ടട്ടാ, ആവശ്യമില്ലാത്ത കാര്യമാണ്. ഓ വെറുതെ ഇന്നെ കൊണ്ടായത്തിൽ കുറിച്ചൂതിപ്പിക്കാണ്ട്. ഓ പാമ്പേ, ഓ മൂത്താപ്പ നല്ല വിഷമുള്ള കടിച്ച തട്ടിപ്പോകും. നിങ്ങളൊന്ന് നോക്കിക്കൂട്ടരെ, എന്തെല്ലാം കളിയാക്കി. ഒന്നാം മുസ്ലിമിലെ ഹദീസ് അല്ലേ? ഓ പാമ്പേ, എന്നെ കൊണ്ട് ആയത്തുൽ കുറിച്ച് യോജിക്കണ്ട അടൂരി. റഹ്മത്തിന്റെ വയലേട്ടാ നമ്മൾ പറയാ. എന്തിനാ കൂട്ടത്തിനൊക്കെ മെനക്കണ്ടേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ പരലോകത്തില്? എന്തായി ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ കുതിര കയറി എന്നിട്ട് ആയത്തുൽ കുർസി ഓതിക്കണ്ട. എന്താണ് വർത്തമാനം? പ്രിയമുള്ളവരെ, മടവൂരികളുടെ സുഹൃത്ത് കൂട്ടത്തിൽ അങ്ങനെയുള്ള ഈമാനുള്ളവരില്ലേ, റബ്ബിനെ പേടിക്കുന്നവരില്ലേ? ആയത്തുൽ കുർസിന്റെ പോരിശയും മറ്റു ഹദീസിൽ വന്നത് നിഷേധിക്കുകയാണോ? എവിടേക്കാണ് ഇവിടെ പോക്ക്? കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, മേപ്പയൂര് സലഫി സെന്ററിൽ വെച്ചുകൊണ്ട് നടന്ന ആ സംവാദം ഒന്നിറക്കുമോ? മടവൂരികളെ ഇറക്കാൻ കഴിയുമോ? ഇതിനു മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിയാർ പോയി ഒരു വാദപ്രതിവാദത്തിന്. അതേതാ? ഒരു മരുന്ന് കച്ചവടക്കാരൻ, ഒരു കൊണ്ടോട്ടിലൊരു വൈദ്യര്. എന്നിട്ടോ അന്നുണ്ടായ അവസ്ഥയോ ഒന്ന് കണ്ടു നോക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംവാദത്തിന് വന്ന സമയത്ത് ആദ്യം തന്നെ കിതാബ് എന്നൊരു വരി വായിച്ച്, അത് തലകുത്തനെയാണ് വായിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ശരിയായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവരെ ഖുർആനും ഹദീസും സ്വന്തം മനസ്സിലാക്കുന്ന ആളുകളാ. അങ്ങനത്തെ മൗലവി ആദ്യം ഒരു തെറ്റല്ല, ഒരു പാട് തെറ്റ് വായിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ പറഞ്ഞു പോകല്ലേ, ഞാൻ ഇതെങ്ങനെയല്ല പറയുന്നത്, സ്വന്തം കാസറ്റ് പറയല്ല, നിങ്ങളൊക്കെ മുന്നിൽ നിന്നാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ സംഗതി ഇല്ലേ, ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഇവിടെ കാസറ്റ് ഉണ്ടാവുമല്ലോ. എന്താ ഫസ്റ്റ് തന്നെ പറഞ്ഞത്? മൂപ്പറിങ്ങനെ ഓതുക, ഇതസ്ഥലത്ത് ഇംറഅത്തു അഹദുക്കും സുബ്ഹാനല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു ഫീലിന് രണ്ട് ഫായിലുണ്ടാവോ? ഒരു ഫീലിന് എങ്ങനെ രണ്ട് ഫായില്? അതെല്ലാം ഫായിലിന് മുനാഫിലേക്ക് എവിടെ? മുനാഫിലേക്ക് അപ്പുണ്ടാവോ? അത് ഇവർക്ക് ചിലപ്പോ ഒരു ഫീലിന് രണ്ട് ഫായിലുണ്ടാവുക ചിലപ്പോ ഇവർക്ക് മനസ്സിലാക്കുന്നറിയോ? ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ ചെയ്യുക, ചിലപ്പോ അത് പറയാം. ആ ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ, ആ പരിപാടി നടക്കൂല. അഹദു എന്നല്ല വായിക്കണ്ട. ഇനി എവിടെങ്കിലും വാദപ്രവാദത്തിനോ പ്രസംഗത്തിനോ പോകുമ്പോ എന്ത് വായിക്കുക? അഹദിക്കും. കാരണം മുനാഫിലാണ്, ജറാണ്. ഞങ്ങളെ പോലത്തെ ആളുകൾ വായിച്ചു പോയാൽ തെറ്റ് എന്തെങ്കിലും വലിയ പോണ ആളുകളല്ലേ. നിങ്ങൾ അതുപോലെയല്ല. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം, ഒന്ന് മാത്രം. ഇനി അടുത്തുണ്ടോ എന്ന് ചോദിച്ചുമ്പോ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത തീയതി കണ്ടോ? ഇതാണ് നമ്മുടെ ലത്തീഫ് മുസ്ലിയാരുടെ അവസ്ഥ. വാദപ്രവാദത്തിന് പോയതാണ്. ഇനി സലാം സുല്ലമിയുടെ ഉണ്ട്. അതായത് അയാളെ പറ്റി പറഞ്ഞതറിയോ? കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തക സമിതി അംഗമായിരുന്നു ഇദ്ദേഹം. ഈ മൗലവി, അതായത് അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണ എന്ന് പറയുന്ന മൗലവി, അദ്ദേഹത്തിന് ഫോട്ടോ ഉണ്ട് ഇവിടെ. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി
കാസറ്റിന്റെ വൈദാ മസ്സന്നാസു ദുർറുക ഔ റബ്ബഹു മുനീബിന ഇലൈഹി വൈദാ മസ്സന്നാസു ദുർറുക ഔ റബ്ബഹു മുനീബിന ഇലൈഹി ഇതാ മസ്സന്നാസു കേട്ടില്ലേ? ആ കേസറ്റ് കേട്ടോ നിങ്ങൾ? മസ്സന്നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പർ മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ വളരെ വ്യക്തമായി ആദർശപരമായി മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുക എന്നത് ഇവരുടെ ഗൂഢലക്ഷ്യമായി ഉണ്ട് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ ഈ രൂപത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. കോളേജിൽ മടബൂരികൾ തങ്ങളുടെ അധീനതയിലുള്ള ഒരു കോളേജിൽ നടത്തിയ ഒരു കോളേജ് ഫെസ്റ്റാണ് സലഫി ഫെസ്റ്റാണെന്ന് അതിന് പേരിട്ടിരിക്കുന്നു. ഖുർആനിൽ നിന്ന് പിടിവിട്ടാൽ, സുന്നത്തിൽ നിന്ന് പിടിവിട്ടാൽ, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ആശയത്തിലേക്ക് അങ്ങനെയുമാവാം ഇങ്ങനെയുമാവാം, അതും ശരി ഇതും ശരി എന്ന ഒരു നയത്തിലേക്ക് വഴിതെറ്റിപ്പോയാൽ ഈ സമുദായത്തിന് വരാനിരിക്കുന്ന ദുർഗതിയുടെ ഒരു ചിത്രവും കൂടിയാണ് സഹോദരന്മാരെ ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നയിക്കേണമെങ്ങളെ നേരായ മാർഗത്തിങ്കൽ നിന്നനുഗ്രഹ പാത്രമായോ തന്മാർഗങ്ങളിൽ വിഭൂഷമൊരവി തിരിതെടുത്തൊരു കൊണ്ടീവം എവിടെങ്കിനാവ് പോലെ പുരണ്ടു പുതിയ പ്രഭാതം കുഞ്ഞി മൂസമൊരവി തിരിതെടുത്തൊരു കൊണ്ടീവം എവിടെങ്കിനാവ് പോലെ പുരണ്ടു പുതിയ പ്രഭാതം സലഫി സ്ഥാപനങ്ങൾ നാടി പ്രതാപം തൗഹീദാകുന്ന ഖൈറിൽ നിന്ന് പിടിയൂരിയാൽ ഈ സമുദായത്തിനും സംഘടനകൾക്കും വരുന്ന ദുർഗതിയുടെ ചെറിയൊരു ചിത്രമാണ്. ീയവാദങ്ങളുമായി പല പ്രാവശ്യവും രംഗത്ത് വന്ന മടവൂരി പ്രസ്ഥാനത്തെയും വളരെ കൃത്യമായി ഞങ്ങൾ എതിർക്കുകയും ഞങ്ങൾ അവരെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഔദ്യോഗിക KNM-മായി ഇസ്ലാഹി പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല. അവരുടെ മേപ്പയ്യൂരിലെ ഒരു കോളേജിൽ നടന്ന ഒരു ഫെസ്റ്റിന് സലഫി ഫെസ്റ്റ് എന്ന് പേരിടുകയും കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ചിലപ്പോ ആളുകൾ വിചാരിക്കും എന്ത് അദ്ദേഹം മുസ്ലിയാരല്ലാതെ പിന്നെ മുസ്ലിയാർ എന്ന് പറയുന്നത് എന്തിനാണ്? അല്ല, അദ്ദേഹം മുസ്ലിയാർ തന്നെയാണ്. ലത്തീഫ് മുസ്ലിയാർ ഞാൻ വെറുതെ പറയല്ല, അദ്ദേഹം മുസ്ലിയാരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നതൊന്ന് കേട്ടു നോക്കും. പിന്നെ ഒരു സംഭവം, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഒരു 15-20 വയസ്സിന്റെ ഇടയിലാണ്. അതുവരെ സമസ്തക്കാരുടെ കൂടെ പാട്ടുംപാടി നടക്കുന്ന പരിപാടി കണ്ടോ. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് ഒരു 17-20 വയസ്സിന്റെ ഇടയിലാണ്. ഞാനും അതേ പ്രായത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നത്. പക്ഷെ അദ്ദേഹം പറയണേ ഞാൻ വന്നത് ശരിയായിട്ടില്ല, എനിക്ക് മുജാഹിദ് പ്രസ്ഥാനം അറിയില്ല. അയാളും അതുപോലെ വന്നൊരാളാണ്, പക്ഷെ അയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനം അറിയാം. ഇതെന്തിനായ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വന്നവരാ. ഞാനും ആ പ്രായത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹവും അതേ പ്രായത്തിൽ തന്നെയാണ് കടന്നു വന്നത്. അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനെന്ന് വെച്ചാല് വളരെ ചെറുപ്പം മുതല് എന്റെ വാപ്പ ഒരു മുസ്ലിയാരായതുകൊണ്ടല്ലേ കുറച്ചു നേരം പഠിക്കാനും ഓതാനും ഒക്കെ കൊണ്ടാക്കി പല സ്ഥലങ്ങളിലും അവിടുന്ന് പഠിക്കായിരുന്നു. പക്ഷെ ഇയാള് പാട്ടുപാടി നടക്കായിരുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വേറൊരു വ്യത്യാസം. അയാള് പാട്ടുംപാടി നടക്കാണ് സമസ്തക്കാരോട് പണ്ട്. ഇപ്പോഴും അത് തന്നെ അവസ്ഥ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ടും ഇയാള് പാട്ടുംപാടി നടക്കാണ്. അത് നിങ്ങളൊന്ന് കേട്ടു. ഞാൻ വെറുതെ പറയല്ല, വളരെ വ്യക്തമാണ്. കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. കണ്ടോ, ഇയാള് പറയാം കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടിയത്. കിളിക്ക് കുട ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കിടന്നു കിളിയുടെ കുട കടന്നുണ്ടോ?
അപ്പൊ ഇയാളെ പാട്ടിന്റെ അവസ്ഥ ഇതാ, പാട്ടും പാടി പണ്ടാണ് ഇപ്പോഴും വന്നു. എന്നിട്ട് പാട്ടുപാടിന്റെ അവസ്ഥ ഇതാണ്, കിളിയുടെ കുട ചൂടി. കിളിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. ഇനി അതുകൊണ്ട് മാത്രമല്ല ഇദ്ദേഹം അന്യഭാഷയും സംസാരിക്കും. കേട്ടോളൂ. मौका मिलेगा तो हम बता देंगे तुझे कितना प्यार करते हैं सनम है मौका मिलेगा तो हम बता देंगे तुझे कितना प्यार करते हैं सनम है. കണ്ടോ? അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാല് ഇതൊരു തരം രോഗ, ആ ജിന്ന് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജിന്ന് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം രോഗമാണിത്. അപ്പൊ ജിന്നു കൂടെ എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് നമ്മൾ പറയില്ല. ഇത് സി എം മൗലവി വെച്ചാൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ എറണാകുളത്തൊരു പരിപാടിയുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർ ഹുസൈൻ മടവൂരും സി എം മൗലവിയുമാണ്. അപ്പൊ ഇപ്പോഴും വളരെ ശക്തമായ ബന്ധമുള്ള അതേ സി എം മൗലവി പറയാണ്, കണ്ടോ, ശബാബിൽ വിഭ്രാന്തി, ഉന്മാദം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പൊ ശൈത്താൻ കൂടിയിട്ട് രോഗം ഉണ്ടാവും. രോഗം ഉണ്ടായാൽ എങ്ങനെയാ ഉണ്ടാവല്? തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക. കണ്ട, ഇയാളിപ്പോ പാടില്ലേ, തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാര്യങ്ങൾ പറയുക, പ്രത്യേക ചേട്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലമുണ്ടാകാം, ശൈത്താൻ മൂലം ഉണ്ടാകാം. തനിക്ക് വശമില്ലാത്ത ഭാഷ പറയും, ഇതുപോലെ ഇങ്ങനെ അന്യഭാഷ സംസാരിക്കും, മാത്രമല്ല ഭൂതകാലം പറയും, ചേട്ടകൾ കാണിക്കും. വിശുദ്ധ ഖുർആനിൽ 113 114 അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെയും മോചനത്തിന്റെയും സന്ദേശം നൽകുന്നു. അപ്പോ ഇന്നും ഇവരുടെ ജമിയത്തുൽ ഉലമയിലുള്ള സി എം മൗലവി എഴുതുകയാണ്, ജിന്നുകൂടി ആളുകൾക്ക് രോഗമുണ്ടാകും, അന്യഭാഷ സംസാരിക്കും. ഇത് തിരുത്തി ഒന്നുവരെ ലോകത്ത് ഇന്നുവരെ തിരുത്തിയിട്ടുണ്ട് ഇവര്? ഇല്ല. നേരെ മറിച്ച് ഈ ലേഖനം പുസ്തകമാക്കി ഇന്നും യുവത വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിലും ഇതേ വാചകങ്ങളുണ്ട്. തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കും, ഭാവി കാര്യങ്ങൾ പറയും, പ്രത്യേക ചേട്ടതകൾ കാണിക്കും, വിഭ്രാന്തി, ഉന്മാദം എന്നിവ ഉണ്ടാക്കും. ആര്? ശൈത്താൻ രോഗം ഉണ്ടാക്കുമെന്ന് വളരെ വ്യക്തമായി പറയും. ഇതൊന്നും അവർ കാണൂല, നമ്മൾ പറഞ്ഞാലും കാണൂല. അപ്പോ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിലുള്ള ഒരു മുസ്ലിയാരാണ് ഇവിടെ വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ആ പറയുന്ന ഭാഗം ആദ്യമായി നിങ്ങളൊന്ന് കേട്ടോളൂ. ജിന്നി എന്ന് പറഞ്ഞാൽ കാട്ടാളനാണ്, ഫംഗസ് ആണ്, ബാക്ടീരിയ ആണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് ആ ഭാഗം കേൾപ്പിച്ചു കൊടുക്കി. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച് നികൊണ്ടാണ് കാമൂസ്. ആ ലിസാൻ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിൽക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനുപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കുക. അതിന് അറബി ഭാഷ ജിന്നിൽ തന്നെ പ്രയോഗിക്കുക, വേറെ പദമല്ല. പക്ഷെ ഈ യുക്തിവാദത്തിനെതിരായ ഒരുപാട് ഹദീസുകൾ കാണുകയാണ്. അപ്പൊ എന്താക്കും? അത് ബാക്ടീരിയയാണ്, ഒന്നുകിൽ വാറോല അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണ്. പക്ഷെ ഇവിടെ പ്രസംഗിച്ച കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് പറഞ്ഞ എന്താണെന്നറിയോ? ആര് പറഞ്ഞു? ഇന്ത്യയിൽ ആരെങ്കിലും പറഞ്ഞോ? കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞോ ജിന്നി എന്ന ബാക്ടീരിയൻ? തെളിയിക്കണം. ഇവിടെ കരിമ്പിലാക്കലിന്റെ നിഷേധം ഒന്ന് കേട്ടോ നിങ്ങൾ. ഈ വിഷയത്തിൽ എന്താ പറയുന്നത് കേട്ടോക്കാം. ആ കൂട്ടത്തിലൊന്ന് ഇത്തരം ഹദീസുകള് എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ചു തന്നെ ഒരധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണെന്ന്. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ജിന്നിനെ കുറിച്ച് അബ്ദുസ്സലാം സലഫി ബാക്ടീരിയ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ ഒന്നാമതായത് പച്ച നുണയാണ്. കാരണം എന്താണ്? ഈ ആയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ജിന്നി എന്ന് പദം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിന് ബാക്ടീരിയ എന്ന് അബ്ദുസ്സലാം സലഫിയല്ല കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരെ തെളിയിക്കണം. പിന്നെ എന്തിനുപയോഗിക്കും?
നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കുക. അതിന് അറബി ഭാഷ ജിന്നിന് തന്നെ പ്രയോഗിക്കുക. ഏകകണ്ഠമായി പറഞ്ഞു ബുഖാരിയാണോ മുസ്ലിമാണോ പിന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് സ്വീകരിച്ചോളണം. ആ അന്വേഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അവർ നടത്തിക്കഴിഞ്ഞു. അവർ ജീവിച്ച കാലഘട്ടത്തിലും തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ സ്വീകരിച്ചോളൂ സമാധാനത്തോടുകൂടി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം ബുഖാരി, അത് കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം മുസ്ലിം. ഈ രൂപത്തിലാണ് ഇത്രയും കാലം കഴിഞ്ഞു വന്നത്. ഇപ്പോഴെന്തോ ഒരു ചെറിയ ഒരു അസുഖം പോലെ വരട്ടെ. അസുഖം വേറൊന്നുമല്ല റഹ്മദനി, നമ്മളെ സുല്ലമിണ്ടാക്കിയ അസുഖ, കരിമ്പുലാക്കലും അലിമതിന് ഏറ്റുപാടിയ അസുഖ. എന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെതിരെ കുതിര കയറുക യവനും. ആരൊക്കെയെന്നറിയോ? വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്ത, ഒരു സംഗതിയും പഠിക്കാത്തവൻ, വെറുതെ കുപ്പായം മാത്രം ഇട്ടവൻ. അങ്ങനെ തന്നെ പറയട്ടെ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൻ പോലും പ്രവാചകന്റെ ചരിക്ക് നേരെ കുതിര കയറുക, എഴുതി, പ്രസംഗിച്ച്, ലേഖനം നടത്തി. ഇത് നമുക്ക് യാതൊന്നും വരുന്നില്ല. ഞാൻ വേദനിപ്പിച്ചതല്ല, നമ്മുടെ ഉത്തരവാദിത്വം ഉറപ്പിച്ചതാ. നാം ഒന്നും ഉണരണം. നിങ്ങൾക്ക് എന്ത് പറയണ്ടേ? അബ്ദുറഹ്മാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? മൂപ്പരിങ്ങൾ ആളല്ലേ? വർത്തമാനം ആകെ വീഴാൻ പോകണ വീണ് അങ്ങേറ്റെത്തിയ സന്ദർഭത്തില് താങ്ങിരുത്താൻ കൊണ്ടത് ഖത്തർക്കാണല്ലോ, അല്ലേ? ആ അബ്ദുറഹ്മാനെ കുറിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അയാളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം പലയിടത്തും ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ പറയുന്നു, ഇതെന്നാ പറഞ്ഞത്, ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത് 60 ഹദീസ് ലൈഫാക്കിന് പറയലാ കൂട്ടം. ഞാൻ ലൈഫ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? അപ്പോൾ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി 60 ഹദീസുകളെ നിഷേധിച്ചു എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. ഇനി മൂപ്പരെ ചോദ്യം എന്താ? ഞാന് 60ഓളം ഹദീസുകള് ലൈഫാക്കിയിട്ട് മുജാഹിദുകൾക്ക് എന്ത് സുന്നത്താ നഷ്ടപ്പെട്ടത്? ഒന്ന്, 6 നോമ്പ്. 6 നോമ്പിനെ പറ്റി അബ്ദുസ്സലാം സുലൈമാന്റെ അഭിപ്രായം എന്താ? ഈ ഉള്ളവൻ ഖുതുബ പറയാൻ തുടങ്ങിയ കാലഘട്ടം, അബ്ദുസ്സലാം സുലൈമിയുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ പള്ളിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആദ്യ വർഷങ്ങളിൽ റമദാൻ കഴിയുമ്പോ പെരുന്നാൾ, ചെറിയ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ 6 നോമ്പ് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാനത് നിർത്തി, നോമ്പ് നോൽക്കലും നിർത്തി. കാരണം അബ്ദുസ്സലാം സുലൈമിയുടെ അഭിപ്രായം, അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനാണെന്ന അർത്ഥത്തിൽ ഹദീസ് നിഷേധത്തിന്റെ സ്വഭാവം തന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത, തനിക്ക് താല്പര്യമില്ലാത്ത ഹദീസുകൾ ഒറ്റടിക്ക് തള്ളുമെന്ന ആ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി അതല്ല, പിന്നെ ഇയാൾ പഠിച്ചുണ്ട് ഒന്നൊരു പറഞ്ഞിട്ട് കണ്ണേർ. ഇയാൾക്ക് കണ്ണേറിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഭയങ്കര പൂതിയാണ്. പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ ഒന്ന് കാണിച്ചെടുത്താണ്. എനിക്ക് കുറെ ആളുകളാണ് എനിക്ക് കണ്ണേർ വലിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പോലീസ് കുറച്ചൊക്കെ ശാരീരികമായി പീഡനം ചെയ്യാൻ ആഗ്രഹം. ഒരു ശീർക്കും ഇതൊക്കെ പ്രസംഗിച്ചെടുക്കുകയാണ്. പക്ഷെ പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ. എങ്ങനെയുണ്ട്? കണ്ണേർ വലിപ്പിച്ചിട്ട് ഉപദ്രവിക്കാം. അപ്പൊ ഇയാൾ ദുഷ്ടക്കണ്ണാണ് ഇയാൾക്കുള്ളതെന്ന് സമ്മതിക്കുകയാണ്. ഇയാളെ കണ്ണ് ദുഷ്ടക്കണ്ണാണ്. പക്ഷെ ഇയാള് കാന്തപുരത്തെയും മറ്റൊക്കെ ഇങ്ങനെ ദുഷ്ടക്കണ്ണോട് നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് വിളിച്ചെന്ന് പേടിച്ചിട്ടാണ്. എന്ത് പൊട്ടത്തരാ പറഞ്ഞത്. കണ്ണേരെങ്ങനെ പോലീസ് തെളിയിക്കല്? വലിയ മുഹദ്ദിസാട്ടോ. ഓ എന്താ കണ്ണേർ തെളിയിക്കാൻ പോലീസിന്റെ ഒക്കെ പേരുപകരണങ്ങള്? പോളിഗ്രാഫി മതിയാവൂല. എന്തൊക്കെ വിടുവായിത്തങ്ങളാ ഇയാൾ പറയുന്നത് നോക്കി. ഇയാളാണ് ഇപ്പൊ മുഹദ്ദിസ്, ഏഷ്യയിലെ മുഹദ്ദിസ്. ഒരു സുന്നത്ത് എത്ര കാണണം, എത്ര എണ്ണം? കൽപ്പറ്റയിലേറെക്കാലം അബ്ദുസ്സലാം സുലൈമി ഖുത്ബ പറഞ്ഞു. ആൾക്കാരെ താടി ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി, ക്ലീൻ ഷേവ് ഇങ്ങനെ കൂടി. എന്തേ, എവിടുന്ന് കിട്ടി? ഈ കാസർഗോഡ് പരിപാടി നടത്തിയില്ലേ? CD ചില ഭാഗം കാണാനില്ല, ചില ഭാഗങ്ങൾ CD കാണാനില്ല. എന്റെ താടിയുമായി ബന്ധപ്പെട്ട ചോദ്യം, എന്തേ കട്ട് ചെയ്തത്? എന്തേ കട്ട് ചെയ്തത്? അതെ, എത്ര ഉദാഹരണങ്ങള്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ശൈത്താൻ കുത്തിയിട്ടല്ലാതെ ഉണ്ടാവില്ല. ആ കുത്തുകൊണ്ട് ആ കുട്ടി കരയും എന്ന് പറഞ്ഞൊരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ആ ഹദീസിനെ ഇവർ പച്ചയായി നിഷേധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാണിച്ചു. ഇനി അടുത്ത വിഷയമാണ് പിശാച് കുത്തിയാൽ എന്താണ് മുറിവേൽപ്പിക്കുന്ന. ഇതായി പണ്ഡിതമായി പ്രസംഗിച്ചെടുക്കാൻ പിശാച്ചു കുത്തിങ്ങാണ്ട് വേദനിപ്പിച്ചുപോയി. അതിന്റെ ഹദീസ് ഉദ്ധരിച്ച അബീ ഹുറൈറ മാമി മൗലൂദി യൂലദു ഇല്ലാ വശൈത്താൻ യമസുഹു ഈന യൂലദു ഫയസ്തഹില്ലു സാരിഖൻ മിൻ മസ്സി ശൈത്താനി ഇയ്യാഹു ഇല്ലാ മറിയമു വഇബ്നുഹാ. മറ്റേ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം, അതാണ് നബി പറഞ്ഞത്
ഓരോ മനുഷ്യനും കുട്ടി പ്രസവിക്കുമ്പം കുട്ടി കരയും. കരയാനുള്ള കാരണം എന്താ? പിശാച് കുത്തുന്നതാണ്. പിശാച് കുത്തുന്നതാണ് കുട്ടികൾ ജനിക്കുമ്പോൾ കരയുന്നത്. പക്ഷെ ഒരു റിപ്പോർട്ട് ഈസാ നബി മാത്രം എന്താണ് കരഞ്ഞിട്ടില്ല ജനിക്കുമ്പം. കാരണം ഈസാ നബിനെ കുത്താൻ വേണ്ടി പിശാച് വന്നു. അപ്പൊ കുത്ത് മറന്നത കൊണ്ടത്. മറ്റൊരത്തിൽ ഈസാ നബിയും പിന്നെ മറിയം ബീബിയും രണ്ടുകൊണ്ടിരുന്ന. മറിയം ബീബിയും ജനിക്കുമ്പോൾ കരഞ്ഞിട്ടില്ല, ഈസാ നബി ജനിക്കുമ്പോഴും കരഞ്ഞിട്ടില്ല. അതിന് കാലം പിശാച്ച് അവരെ കുത്തിയപ്പം കുത്തുകൊണ്ടില്ലാന്ന ബുഖാരി മുസ്ലിം ധരിച്ചതാ. ഈ ഹദീസ് മർക്കസുൽ ബിഷാറക്കാർ ധരിക്കാറുണ്ട് കേട്ടോ. ഈ പുരോഹിത വർഗത്തിന് ലോകം അറിയില്ലേ? ഇതൊക്കെ കേക്കതൊക്കെ പ്രസംഗിച്ചതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുരോഹിതന്മാരിന്ന് പ്രസംഗിച്ച് നടക്കുന്ന മുജാഹിദ് സ്റ്റേജുകൾ പ്രസംഗിച്ച് നടക്കുന്ന വിഷയങ്ങളായി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയുമില്ല, ഇല്ല മസ്സഹു ശൈത്താനു ഇതീന ഉരിത, ജനിച്ചാലുടനെ പിശാച് വന്ന് തൊട്ടിട്ടല്ലാതെ. നമ്മളാരും കാണാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ, ആദമിന്റെ ഒരു സന്തതി ജനിച്ചു വീഴുമ്പോഴേ പിശാച് ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു. ഫയസ്തഹില്ലു സാരിഹൻ, അപ്പൊ ആ കുട്ടി അലമുറയിട്ട് കരയാൻ തുടങ്ങൂ. ഞാൻ വളരെ വിനയത്തോടെ ആത്മാർത്ഥമായി മടവൂരുകളോട് ചോദിക്കുകയാണ് ഈ വിഷയം സംസാരിക്കാൻ, ഈ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന കൃത്രിമങ്ങൾ സംസാരിക്കാൻ ഒരു ഉപാധിയുമില്ല. ഈ ഹദീസ് മാത്രം, ഇമാം ബുഖാരിയുടെ ഈ ഹദീസിൽ നിങ്ങൾ നടത്തുന്ന കൃത്രിമം ഒരു ഉപാധിയുമില്ലാതെ സംസാരിക്കാൻ, ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഒരേ ഒരു ഉപാധി മാത്രം. ആ ഉപാധി എന്താന്ന് ചോദിച്ചാൽ അത് റെക്കോർഡ് ചെയ്യപ്പെടും എന്നത് മാത്രം. ആ റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന ഉപാധിയിന്മേൽ ഈ ഹദീസും ഈ ആയത്തും പൂർവസൂരികളായ ആളുകൾ നൽകിയ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറുള്ള ഏതെങ്കിലും മടവൂരി ജീവിച്ചിരിപ്പുണ്ടോ? ശൈത്താന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഇയാൾ പറയണേ വൈറസ് ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കിട്ട് പറഞ്ഞാൽ ശിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ് ബാക്ടീരിയക്ക് പങ്കിട്ട് പറഞ്ഞാലോ ജിന്ന് സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. പൊട്ട പോയത്തക്കാരെ വലിയ തെളിവെച്ച് നടക്കുക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പറഞ്ഞാൽ ശിർക്കാവോ? ആവോ? ഈ ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ശിർക്കാവോ? ഇല്ല. ചിക്കൻ കുനിയൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ രോഗമൊക്കെ അല്ലല്ലേ ഉണ്ടാക്കണേ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണേ. കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. അപ്പൊ കൊതു അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് ഇതൊന്നും പറഞ്ഞാൽ ശിർക്കാവില്ല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്കാവും. സുല്ലമി മനസ്സിലാക്കിക്കോ, അതും ശിർക്കാവില്ല. ഇപ്പൊ നോക്കുമ്പോ DVD ഇറക്കി. ഇത്രയും കാലം അതിനെ നാട് നീളം നിന്നിച്ച് നടന്നവര് ഇപ്പൊ DVD ഇറക്കിയിട്ട് പറയണത് കേട്ടോളൂ. എന്താ പറയണത്? അതുപോലെ തന്നെ പിശാച്ച് കുത്തുന്നത് കൊണ്ടാണ്, പിശാച്ച് ഈ കുത്തുന്നത് കൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. ഈസാ നബി ഇസ്ലാമിനെ മാത്രം കരഞ്ഞില്ല, പിശാച്ചിനെ കുത്താൻ സാധിച്ചില്ല എന്ന ബുഖാരിയിലെ ഹദീസാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് ആയിരിക്കാൻ ഞാൻ ദുർബലപ്പെടുത്തി എന്ന് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഹദീസ് ദുർബലപ്പെടുത്തിയേക്കല്ല, ഞാൻ വ്യാഖ്യാനിച്ചും കണ്ടു സഹിയാക്കാണ് ചെയ്തുള്ളത്. ഇനി അങ്ങനെയല്ല, സ്വയം ഞാൻ അതിനെ ദുർബലപ്പെടുത്തി എന്ന് വിചാരിക്കാം. എന്നാ മുജാഹിദ് പ്രസ്ഥാനം പിന്തുടർന്നു വന്ന ആശയാദർശനത്തിലുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച എന്താ? പിശാച്ചിന് കുത്താൻ സാധിക്കും, മുറിവേൽപ്പിക്കാൻ സാധിക്കും, അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു വന്നത്. അല്ലല്ലോ. കണ്ടോ, നിങ്ങൾ കേട്ടല്ലോ. ഇയാൾ നിശ്ചയിച്ചിട്ടില്ല, ഇയാൾ നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ഈ നേരത്തെ പറഞ്ഞൊക്കെ ആരാ മനുഷ്യ? പിന്നെ ഈ പറഞ്ഞൊക്കെ ആരാ നിശ്ചയിച്ചിട്ടില്ല? എന്നിട്ട് ഇദ്ദേഹം ചോദിക്കണി നിഷേധിച്ചാൽ തന്നെ മുജാഹിദിന് അത് പറഞ്ഞു നടന്നോ, ഇത് പഠിപ്പിച്ചു നടന്നവരാണോ? പിന്നെ അല്ലാതെ ആരാ മുജാഹിദിന്? പിന്നെ എന്താ പഠിപ്പിച്ചത്? രാമായണ ആണോ അതോ ഭഗവത്ഗീതയോ? എന്താ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്? ഹദീസാണ്. ആരാ ഇത് പറഞ്ഞു നടന്നത്? നമ്മളോട് ആരാന്ന് കേൾക്കണോ? കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം കേൾപ്പിച്ചല്ലേ, ഒന്നുകൂടെ കേട്ടോളൂ. മാമിൻ ബനിയാദമിൻ മൗലൂദിൻ, മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയുമില്ല, ഇല്ല മസ്സഹു ശൈത്താനു ഇതീന ഉരിത, ജനിച്ചാലുടനെ പിശാച് വന്ന് തൊട്ടിട്ടല്ലാതെ. നമ്മളാരും കാണാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ, ആദമിന്റെ ഒരു സന്തതി ജനിച്ചു വീഴുമ്പോഴേ പിശാച് ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു. ഫയസ്തഹില്ലു സാരിഹൻ, അപ്പൊ ആ കുട്ടി അലമുറയിട്ട് കരയാൻ തുടങ്ങൂ. മിൻ മസ്യ ശൈത്താൻ, പിശാച് വന്ന് തൊടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അർത്ഥം
ഈ കുട്ടിയെ കരയിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നത് ശൈത്താൻ എന്ന മഹാനാണെന്ന് പറയാനല്ല, അസ്തഗ്ഫിറുല്ലാഹ്, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നാൽ ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാച് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താ കുട്ടി കരയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, അലമുറയിട്ട് കരയുന്നില്ലോ, അല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമുണ്ട്, ജനിച്ച കുട്ടിനെ വന്നാ ശൈത്താൻ വന്ന് തൊട്ട് വേദനാക്കുന്നത് അതാ ശൈത്താന്റെതാണ് എന്ന് മനസ്സിലായ പിന്നെ ശൈത്താനെ നീക്കാൻ വേണ്ടി ഓടാനല്ല, അള്ളാഹിനോട് പറഞ്ഞാൽ മതി, അള്ളാഹുവെ കുട്ടിയെ കാത്ത് രക്ഷിക്കണേ എന്നുള്ള രംഗുണ്ടാക്കുക, സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള പ്രാർത്ഥിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെപ്പറ്റി നൽകിയിട്ടുണ്ട്. കണ്ടോ, മുജാഹിദിൽ പഠിപ്പിച്ചിട്ടില്ലേ? മുജാഹിദിൽ പഠിപ്പിക്കാൻ മുഹമ്മദിനെ പഠിക്കല് ജമിയത്തുൽ കോളേജിൽ പഠിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ ഹദീസ്. എന്നിട്ട് സുല്ലമി നമ്മളോട് ചോദിക്കാണ് ഇത് മുജാഹിദിൽ പഠിപ്പിച്ചാണെന്നോ? പിന്നെ ഇതല്ലാതെ എന്താ മുജാഹിദിൽ പഠിപ്പിക്കുന്നത്? ഖുർആനും ഹദീസുമാണ് മുജാഹിദീൻ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിസേവക്കാരെ ഇയാളാ കണ്ടോ, പിശാജ് സേവക്കാർ ചെയ്യുന്ന എല്ലാ പണിയാളെ കണ്ട്. മൂക്കിലുള്ള പിശാജ് ഇറങ്ങിപ്പോകാൻ അയക്കൂല, അത് തരിയാണ്, അവിടെ നോട്ടെ. കക്കൂസ് കയറുന്ന പിശാജ് അത് കൊതുവാണ്, അവിടെ നോട്ടെ. ഹിപ്നോട്ടിസം പിശാജിന്റെ അത് ഞാൻ ചെയ്യും, സിഗറ് പിശാജിന്റെ അത് ഞാൻ ചെയ്യും. കണ്ണേറിലും പിശാജിന്റെ സഹായം ഉണ്ടെന്ന് ചില നിവായത്തുകളാവും മൂപ്പരിക്കറിയാം. ശരിയായ പിശാജ് സേവക്കാൻ ഈ സുല്ലമ്യ അയാളെ വീട്ടിൽ നിന്ന് അതോട്ട് പോണില്ല. ഭാര്യയ്ക്ക് രാത്രി മുല്ലന്റെ മണം, അനുജന് പാമ്പ് കണ്ടിപ്പ്, വീട്ടിൽ നിന്ന് കുടുകുടു രാത്രി. ശരിയായ പിശാജ് സേവക്കാൻ ഈ സുല്ലമ്യ ഇയാൾ ഉണ്ടാക്കിയ പിത്തനല്ലാതെ വേറെ ഒന്നും ഈ നാട്ടിലിന്റെ സുഹൃത്തുക്കളെ. എന്നിട്ട് ഇയാൾ ഞങ്ങൾക്കിട്ട് കാച്ചിനുണ്ടോളി, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ തന്നെ ജിന്ന് ശല്യ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇയാളെ വീട്ടിൽ ജിന്ന് ശല്യം ഉണ്ടായിച്ചാൽ വേദന ഇല്ലാന്നാണ്. ജിന്നിനെ പിടിച്ച് ഇയാൾ രാത്രി കാത്തു തിന്നിട്ട് ഇയാൾ അനുസരിച്ച് ജിന്നിന്റെ ശല്യം ഭാര്യയ്ക്ക് ജിന്നെന്ന് കാണിച്ചു. പിശാചിന് അങ്ങനെ ശബ്ദം ഉണ്ടാക്കൽ കഴിവുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ അവസ്ഥ കുട്ടിച്ചോറാകുക. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? പിന്നെ ശബ്ദം ഉണ്ടാക്കിക്കണ്. എന്റെ വീട്ടിൽ ഞാൻ പിടിച്ചിക്കണ് 2 ദിവസം എന്റെ കുടുംബം കടന്നുറങ്ങിയില്ല. 2-3 ദിവസം ഞാൻ വേദന പോണ ചിരം വേദന ഉണ്ടാവും. അപ്പൊ എന്നോട് 3-ാം ദിവസമാണ് ഇപ്പൊ അങ്ങളിന്ന് പോകണ്ടെന്നാണ്. എന്താന്ന് വെച്ച് കോണിപ്പണിയും കൂടെ കുടുകുടുന്നൊരു ശബ്ദം നിറഞ്ഞ്. അപ്പൊ അയച്ചേക്കും കുട്ടികളെ പെണ്ണുങ്ങളും കുട്ടികളല്ല ഇറ്റകള് പൈസാച്ച് ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. അപ്പൊ അയച്ചേക്കും കുട്ടികളെ പെണ്ണുങ്ങളും കുട്ടികളല്ല ഇറ്റകള് പൈസാച്ച് ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. അപ്പൊ അയച്ചേക്കും കുട്ടികളെ പെണ്ണുങ്ങളും കുട്ടികളല്ല ഇറ്റകള് പൈസാച്ച് ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. ആരെ കേന്നമ്മേരെ പെണ്ണുങ്ങളും കുട്ടികളല്ല, ഇയാളെ പെണ്ണുങ്ങളും കുട്ടികളും കുടുകുടുന്ന് ഒച്ച കേട്ടപ്പോ പിശാച് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. എന്നിട്ടോ ഇയാൾ ബാങ്കിന് പോയില്ല. പിന്നെ പറഞ്ഞതാ ഇയാൾക്ക് അപ്പൊ ഇയാളും അല്പം പേടിയുണ്ട്. അന്ന് പോണ്ട വയലിന് പോയിക്കാ വേണേ അവിടുന്ന് പല വേലിയോ പൂച്ചയായിരിക്കും ചെയ്ത്താനാന്ന് പറഞ്ഞാൽ അയാളന്ന് വയലിന് പോയില്ല. അപ്പൊ എന്തായിരിക്കും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകുക, വീട്ടില് ചെറിയ ജിന്നിശല്യുണ്ട്, ഞാൻ അതുകൊണ്ട് ഇന്ന് വയലിന് ഇല്ല. ഞങ്ങൾ ആരും ഒരു ദിവസം പോലും വീട്ടിൽ ജിന്നിശല്യം ഉണ്ടായിട്ട് വയലിന് മുടക്കിയിട്ടില്ല. ഇയാളവും മുടക്കി. അതുകൊണ്ട് അപ്പൊ ഇയാൾക്ക് എന്റെ ഒരു ബേജാറ്. എന്നിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ കെട്ടി കാത്തു തിന്നത്രേ. അവസാനം എലി വീണു. ഓ കിട്ടിപ്പോയി, അടിച്ചു കൊന്നു. ധീരയോദ്ധാവ് ജിന്നിനെ പിടിച്ചു. പിറ്റേന്ന് മുതൽ എവിടെ ഒച്ച കേട്ടാൽ എലിയായിരിക്കും. തലേന്ന് വന്നത് എലിയാന്ന് ആർക്കറിയാം. അതിന്റെ തലേന്ന് വന്നതും 3 ദിവസം ഉറങ്ങിയില്ല. അഫ്സലുടമ കഴിഞ്ഞ ഭാര്യ ഉറങ്ങിയില്ല. വിദ്യാഭ്യാസമുള്ള മക്കൾ ഉറങ്ങിയില്ല. ആരും നമ്മളെ ക്ലാസ് കേട്ടിട്ടേ, കേന്നമ്മേരെ ക്ലാസ് ഇങ്ങനെ കേട്ടിട്ടേ സ്വന്തം വീട്ടിൽ നിർഭയത്വം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇയാള് നാട്ടുകാർക്ക് നിർഭയത്വം പ്രസംഗിച്ചു കൊടുക്കാം. ഇനി കേട്ടോളി, അനുജന് ഇങ്ങനെ പാമ്പിനെ കാണുന്നതും ഭാര്യക്ക് രാത്രി മുല്ലന്റെ മണം വരുന്നു. അവൻ കേട്ടിട്ട് എന്റെ കൂടെ ഒന്നിച്ചാ കിടക്കുക. ഓനിന് ചൂണ്ടിക്കാണ പാമ്പ് പാമ്പ് എന്നറിയും. ഞാൻ പാമ്പ് അങ്ങനെ കാണൂല. മാനസിക പറയുന്നത് പിശാച്ചിന് ഒരിക്കലും പാമ്പാവാനും മറ്റും സാധിക്കൂല. പല തഹീലുണ്ടാക്കും, മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുക. നമുക്ക് ചിലപ്പോ കാട്ടാൻ അങ്ങനെ തോന്നും, കാട്ടാനോട് ഉണ്ടാവില്ല. പ്രേതങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പ്രേതത്തിന് വിശ്വാസം കഴിഞ്ഞാൽ 3 മണിക്ക് നിങ്ങൾക്ക് അറിയോ, എന്റെ കൂടെ കിടക്കുന്ന ഭാര്യക്ക് 3 മണിക്ക് ചെന്നായിന്റെ ഉള്ളിൽ കിട്ടും. നല്ല രാത്രി മുല്ലന്റെ വാസനകൾക്ക് എനിക്ക് കാണൂല. അതേമാതിരി എന്റെ ഒരു 5 അനുഭവം ഉണ്ടായിരുന്നു. പാമ്പിൽ നിന്നാണ് ചൂണ്ടിക്കാണിക്കും. പാമ്പവിടെ പാമ്പുണ്ടാവില്ല. ആ മാനസികമായി ചില തോന്നൽ ഉണ്ടാക്കിച്ചാലല്ലാതെ രൂപാവാനും പറ്റൂല. ഇങ്ങനെയുണ്ട്. ഇപ്പോ ഇയാളാ മുഴുവൻ ജിന്നിന്റെ ആള്. ഇയാളെ വീട്ടിലെ എല്ലാ ജിന്നുപ്പുള്ളത്. ഇയാളെ അനുജന് പാമ്പിനെ കാണുന്നു,
ഭാര്യയ്ക്ക് രാത്രി 3 മണിക്ക് ചെന്നായന്റെ ഓരിടുന്നത് കേൾക്കണ് ഒക്കെ തോന്നലാറിനോട് ചികിത്സയാകുമോ? ഇപ്പോഴും മാറിയില്ലല്ലോ. തോന്നലാറിനോട് ചികിത്സയാകുമോ? പിന്നെ രാത്രി മുല്ലന്റെ മണം സ്മെല്ല് എങ്ങനെ തോന്നലായാലും എനിക്ക് തിരിഞ്ഞിട്ടില്ല. രാത്രി മുല്ലന്റെ മണം തോന്നലുണ്ടാവും. ഒച്ച പിന്നെ കേക്കൽ തോന്നലാണൊക്കെ. എന്നിട്ട് ആ പിശാചിന് എന്ത് ബാധ ഉണ്ടെങ്കിലും അന്നാളെ ചിന്ത ഉണ്ടായാൽ മതി, പിന്മാറി. പിന്നെ ഞാൻ സൂറത്തിന് ആസ്വദിച്ച് വിശദീകരിച്ചു. അവന്റെ കഴിവെന്താ? ഹന്നാസാണ്. അവിടെ ഞാൻ തഫ്സീർ മനാന്തത് വായിച്ചു. പിശാചുള്ള ആളുകൾ രോഗം ഉണ്ടാക്കാൻ മറ്റുള്ള കഴിവില്ല, ഒന്നുള്ള രേഖാപാഠം. പിന്നെ മാനസിക പ്രശ്നം ഒറ്റ കേസുകളൊക്കെ അതിന്റെ കാരണം കണ്ടുപിടിച്ചാൽ മനസ്സിലാവും ചെയ്യും. അല്ലോ, എന്നാ ഇത് ഭാര്യനോട് പറഞ്ഞാൽ പോരെ, വയന്നു കൊടുക്കണോ? ശൈത്താനെ കുറിച്ചുള്ള എന്ത് പേടിണ്ടായാലും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അപ്പം മാറും. എന്നാ അത് ഭാര്യനോടും കുട്ടിനോടും പറഞ്ഞു കൊടുത്താ പോരെ. എന്നിട്ട് ഭാര്യനോട് പോണ്ടേ? അപ്പൊ മൂപ്പർക്ക് എന്നെ പേടി, ചെറിയൊരു ചിന്തവാദം ഉണ്ടോന്ന്. കണ്ടോ, സ്വന്തം ഭാര്യക്കും കുട്ടിക്കും അത് പഠിപ്പിച്ചെടുത്തൂടെ? ഈ ആയത്ത് അപ്പൊ എന്ത് ഞമ്മക്ക് എതിർള്ള വലിയ ആയത്ത് ശൈത്താനെ പേടിക്കണ്ടെന്നല്ല ഈ ആയത്ത്. ഇതിന് തഖ്വയുള്ളവനും കൂടി ശൈത്താൻ ബാധിക്കുന്നതാണ്. അമാനിമൊഴി വിശദീകരിക്കാണ്. നിശ്ചയമായും സൂക്ഷ്മത പാലിക്കുന്നവർ അവരെ പിശാചിൽ നിന്നുണ്ടാകുന്ന വല്ല തോന്നലും ബാധിച്ചാൽ തദക്കറു, അപ്പോൾ അവർക്ക് ഓർമ്മ വരുന്നതാണ്. ഫൈദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർ കാഴ്ചയുള്ളവരായിരിക്കും. അതിന്റെ വ്യാഖ്യാനം കേട്ടോളി. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർ വല്ലപ്പോഴും പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയമായി തീരുന്ന പക്ഷം ഉടനെ തന്നെ തങ്ങളുടെ മേൽ വന്നു പോകുന്ന അബദ്ധത്തെപ്പറ്റി അവർക്ക് ബോധം വരുന്നതായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങുകയും മേലിൽ അത്തരം വഞ്ചനയുടെ അകപ്പെടാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതലുകളും ദീർഘദൃഷ്ടിയും അവർക്കുണ്ടായിത്തീരുകയും ചെയ്യും. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല മുജാഹിദ് പണ്ഡിതൻ. ഒരു മുജാഹിദ് പണ്ഡിതൻ അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ആൾക്കാര്, സാധുക്കളായ മുജാഹിദ് പ്രസ്ഥാനത്തിന് അറിഞ്ഞു വരുന്നത് ചോദിക്കും, മുജാഹിദിന് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയോ? ഓണസദ്യ കഴിക്കുന്നത് തെറ്റല്ലെന്ന് അബ്ദുസലാം സുലൈ പറഞ്ഞു. ജില്ലാ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഓപ്പൺ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച് സദസ്സിൽ നിന്ന് ചോദ്യം ഉയർന്നത്. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാം മതത്തിന് വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിതൻ നിലപാട് വ്യക്തമാക്കിയത്. 2006 മാതൃഭൂമി ഡിസംബർ 11 പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് കാണാം. അപ്പോ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആരാ പറയുന്നത്? സലാസുല്ല. എന്നോ അവസാനത്തിൽ പറയാം, നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. എടാ, ഓണത്തിന്റെ ചോറ് തിന്നാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. അതെന്താണ് വ്യത്യാസം? അത് നെയ്ച്ചോറ് മറ്റേ സദ്യയാണെന്നുള്ള വ്യത്യാസം ആണോ? ഓണത്തെക്കുറിച്ച് ശബാബിന്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ നോക്ക്, 98 ഒക്ടോബർ 98 ശബാബിൽ പറയാണ് ഒരു ചോദ്യം, മതസൗഹാർദ്ദം ഇങ്ങനെയോ? പള്ളം സായി ഗ്രാമത്തിലെ മുഹമ്മദ് ഹുസൈന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പുട്ടപ്പർത്തി പള്ളിയിൽ ഖുർആൻ പാരായണം ആരംഭിച്ചു. മുതലമഠ സത്യസായി മണ്ഡലിയുടെ പ്രവർത്തകനാണ് മുഹമ്മദ് ഹുസൈൻ. പുട്ടപ്പർത്തിയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ വിവിധ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകും. അതിൽ മുസ്ലിം സമുദായക്കാരുടെ പ്രധാന ചടങ്ങാണ് ഖുർആൻ പാരായണം. മലയാള മനോരമ 97 സെപ്റ്റംബർ 3 മുസ്ലിമിന്റെ പ്രതികരണം. ആ മുസ്ലിമിന്റെ പ്രതികരണം ചോദിച്ചപ്പോ മുസ്ലിം അല്ലെങ്കിൽ ശബാബിലൂടെ മറുപടി പറയുകയാണെന്ന്, ഇപ്പോൾ ദേശീയ ആഘോഷമായി ഗണിക്കപ്പെടുന്നതെങ്കിലും സൃഷ്ടിപൂജയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഓണം. എന്താ? ഇപ്പോൾ ദേശീയോത്സവമായി ഗണിക്കപ്പെടുന്നതെങ്കിലും സൃഷ്ടിപൂജയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഓണം. ഇത് ശബാബ് എഴുതുക. ഇപ്പുറത്തെ സുല്ലമി പറയാണ് എന്ത്? ആ സൃഷ്ടിപൂജയുടെ പേര് നടത്തുന്ന ഓണം, ആ ഓണത്തിന്റെ ചോറ് തിന്നാ. പലപ്പോഴും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിന്തിക്കേ, ഓണച്ചോറ് നമുക്ക് തിന്നാലെന്താ? അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അതൊരു ഉത്സവമല്ലേ, ആഘോഷമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എന്നാൽ എന്താ ഓണം എന്ന് പഠിച്ചോ, മനസ്സിലാക്കിക്കോ. അതിന് ശബാബ് പോലും വായിക്കേണ്ടതില്ല. നേരെ മറിച്ച് കൈത്തിരി എന്ന് പറഞ്ഞാല് മലയാള മനോരമ പത്രത്തിന്റെ കൂടെ ഒരു പത്രമാണ്. ഈ രൂപത്തിൽ 4 മലയാളിക്ക് 40 ഓണം എന്ന രൂപത്തിൽ വിശദീകരിച്ച മുഴുവൻ വിശദീകരണത്തിലും എന്താണ്? ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഓണത്തെ പറ്റി ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് അതിനെ സംബന്ധിച്ച് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ പേര് സംഘടിപ്പിച്ച സദ്യ അത് അകറ്റാക്കാം എന്നാണ്
സുല്ലമി കണ്ടുപിടിച്ചത്. എന്നിട്ട് ചോദിക്കാൻ 60 ഹദീസ് തള്ളി. എന്നിട്ട് ഞാൻ എന്താ നഷ്ടപ്പെടുത്തിയത്? നഷ്ടപ്പെടുത്തില്ല, സത്യവാങ്ങി തന്നു. നഷ്ടപ്പെടുത്തിയില്ല, നേരെ മറിച്ച് മറ്റുള്ളവരെ നഷ്ടപ്പെടുത്തിയിരുന്ന സത്യ ഓണത്തിന് തട്ടിപ്പ് സുല്ലമി വാങ്ങി തന്നു. നമ്മുടെ കഥ എന്താ കേട്ടാളി? ഇയാളെന്നെ പറയുന്നു, റൌഫ് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ ജീവജാലങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ദോഷം മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പന്നി കഴിക്കാൻ പാടില്ല, പന്നികളെ സ്റ്റഡി നടന്നു, അതിന്റെ കാര്യം മനുഷ്യൻ മനസ്സിലാക്കി. സംസം വെള്ളത്തിന്റെ ബർക്കത്ത് പറഞ്ഞു, ആ സംസം വെള്ളം ലോകത്ത് അനലൈസ് ചെയ്തു. സാധാരണ ലോകത്തെ ജനങ്ങൾ വെള്ളത്തെക്കാളേറെ, വിവിധ മേഖലകളിലെടുത്ത വെള്ളത്തെക്കാളേറെ സംസമിന്റെ വെള്ളത്തിന് അനലൈസേഷനിൽ അതിന്റെ ഘടനയിൽ വ്യത്യാസം കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോന്നും. അപ്പൊ സംസം വെള്ളത്തിന്റെ സ്ഥിതി ഇങ്ങനെ മടവൂരികളുടെ ഓരോ വാദങ്ങൾക്കും ഇപ്പൊ റഊഫ് മദനി തന്നെ മറുപടി പറയാണ്. വെള്ളം അതിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ബർക്കത്തുള്ളതാണ്, അത് ഭക്ഷണത്തിന് മതിയാകുന്നതാണ്. മുസ്ലിം. ഈ ഹദീസുകള് അബ്ദുസ്സലാം സുലമിന്റെ അഭിപ്രായം എന്താ? സംസം വെള്ളത്തെ പറ്റി എന്താ ഒരു അഭിപ്രായം? യുവത ജനങ്ങൾക്ക് തബറുക്കിനെ പറ്റി, തബറുക്കില് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്താക്കാൻ ഇറക്കിയ പുസ്തകം, അതിൽ പറയാണ് സംസം വെള്ളം അതിന് ബർക്കത്തുണ്ട്. അബ്ദുസ്സലാം സുലമിന്റെ അഭിപ്രായം എന്ത്? ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ലേ? നിഷ്പക്ഷമായി പറയൂ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അത് കാണാൻ സാധിക്കും. എന്റെ ഹദീസിനെ പറ്റി കേട്ടോ നിങ്ങള്? റഊഫ് മദനി തന്നെ പറയാൻ പറ്റില്ല, മൂപ്പരെന്നെ മതി വില നോക്കാൻ. ഈച്ചന്റെ ഹദീസിന് മുമ്പ് നേരത്തെ ഇതിന് വല്ലാതെ എടുത്ത് സംസാരിച്ചു. ഈച്ച വെള്ളത്തിൽ ഞാൻ പലപ്പോഴും ക്ലാസ് പറഞ്ഞിട്ട് മുഷിയേണ്ടത്. അവസാനം ശാസ്ത്രീയമായ ഒരു ധാരണയുണ്ട്, ഒരു പഠനമുണ്ട്. അതിൽ ഈച്ചയുടെ ഇങ്ങേ ഭാഗത്ത് രോഗാണുക്കളെ സമീപിക്കാൻ എന്തോ ഉണ്ട്, വേർതിരിയാത്ത എന്ന് വന്നപ്പോ വർത്താനം മാറ്റി. ഈച്ച വെള്ളത്തിൽ വീണാൽ, ജലത്തിൽ വീണാൽ അതിന്റെ ഒരു ചിറക് പൊന്തിക്കൊണ്ട് കിടക്കും, അതുകൂടി മുക്കി വലിച്ചെറിയുക, ആ വെള്ളം കളയേണ്ടതില്ല എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അത് 2700-ലും 1600-ലും ജീവിച്ച മുസ്ലിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നത് ഈ ഹദീസ് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടാണ്. അതിന്റെ ആശയം എന്താണ്? അത് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ അത് ശരിയാണ്. അതെന്ന് തെളിയിക്കും? പിൽക്കാലത്ത് തെളിയിക്കും. അല്ലാണ്ടെന്താ? പിൽക്കാലത്ത് തെളിയിക്കും, അല്ലാണ്ട് എന്താണ്? എല്ലാ ഇക്കാലം കൊണ്ട് തിരിയോ? ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്, ഹദീസിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്. വേണമെങ്കിൽ ഒരു ക്ലാസ് എപ്പോഴെങ്കിലും എടുക്കുക. ഹദീസിൽ പ്രവചിച്ചവയും ഇനിയും പുലരാത്ത പ്രപഞ്ച സത്യങ്ങൾ ഹദീസ് കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ടവ. അത്ഭുതമാണ്. അത് പുലർന്നുകൊണ്ടേയിരിക്കുക. കാരണം അത് കിട്ടിയ സ്രോതസ് പടച്ചോനിൽ നിന്നാ. അതുകൊണ്ടാണ് അതിന്റെ അത്ഭുതം. അത് ഇന്നൊക്കെ മനസ്സിലാവണമെന്നാണ് നടക്കോ? നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിഷേധിക്കല്ലേ, അത് പിൻതലമുറകൾക്ക് മനസ്സിലാവും. അവിടെ വെച്ചേക്കത്. നോക്കുകൾ എന്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോ ഈച്ചന്റെ ഹദീസ് അതിന് യുക്തി ഇന്ന് മനസ്സിലായി, പിന്നെ മനസ്സിലായിക്കോളും. ഒരു കാലത്ത് മനസ്സിലായില്ല എന്നരുതി ആ ഹദീസ് നിഷേധിക്കണോ? നിഷേധിക്കാൻ പറ്റൂല. എന്നിട്ടോ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ക്ലാസ് ഒന്ന് ഉഷാറായി പിന്നെ എടുത്തരാ. അത് നമ്മൾ അലിമദനെ ഒന്ന് അറിയിച്ചാ തന്നോ, ഇവരൊന്ന് ലെവലായി കിട്ടുകയാണെങ്കിലോ. കുടിക്കുന്ന പാനീയം അല്ലെങ്കിൽ കുടിക്കുവാനെടുത്ത് വെച്ച പാനീയം, ആ പാനീയത്തിലേക്ക് ഈച്ച വന്നു വീണു. ആ ഈച്ച വന്നു വീണാൽ ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒന്നുകൂടി ആ ഈച്ചയെ അതിൽ മുക്കിയിട്ടെടുത്ത് കളയും. ഈച്ച വീണ പിന്നെ മുക്കിയിട്ട് കുടിക്കണം, ആ വെള്ളം കളഞ്ഞാൽ പോരെ? ശരിയാണ്, ഈച്ച വീണ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം കുടിക്കാം. പക്ഷെ കുടിക്കാൻ ആകെ ഒരു ഗ്ലാസ് വെള്ളം ഉള്ളൂ. ആ കുടിക്കാനുള്ള വെള്ളത്തിൽ ഈച്ച വന്ന് വീണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും പ്രശ്നമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ച് ഒന്നുകൂടി അതിലൊന്ന് മുക്ക്, എന്നിട്ട് ആ ഈച്ചയെ കളഞ്ഞേക്കൂ. നബി പറഞ്ഞാൽ നമുക്കെന്ത് തർക്കം? ഇന്ന് നമുക്കറിയാം ആധുനിക ലോകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ഇന്റർനെറ്റിൽ കയറി സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് ഹദീസ് ആൻഡ് സയൻസ് എന്നടിച്ചിട്ട്, അതല്ലെങ്കിൽ ഫ്ലൈ ആൻഡ് ഹദീസ് എന്നടിച്ചിട്ട് നോക്കൂ, നിങ്ങൾക്ക് കാണാം എന്ത്? ഈ ഫ്ലൈയെക്കുറിച്ച്, ഈച്ചയെക്കുറിച്ച് ബുഖാരിൽ വന്ന ഹദീസ്, അതിനെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ, പഠനങ്ങൾ. ഈച്ച വീണ പാത്രം, ആ പാത്രത്തിൽ രണ്ടാമത് ഈച്ചയെ മുക്കാതെ ആ വെള്ളം നിരീക്ഷിച്ചപ്പോൾ അത് മനുഷ്യന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്, രോഗങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളമാണ്. എന്നാൽ ആ ഈച്ച ഒന്നുകൂടി മുക്കിക്കളഞ്ഞതിനു ശേഷമുള്ള വെള്ളം, ആ വെള്ളം നിരീക്ഷിച്ചപ്പോ ഇല്ല, മനുഷ്യന് ഔഷധമായി പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണ്. ഇതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കേരളത്തിലെ ചില യുക്തിവാദികളായ ആളുകൾ അവർ പറയായത് അതെങ്ങനെ ഈച്ച വെള്ളത്തിൽ വീണ പിന്നെ അങ്ങനെ അതിനകത്ത് മുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അത് ബുദ്ധിക്ക് വച്ചിട്ടില്ല, തള്ളിയേക്ക്. മാത്രല്ല ഏത് ബുദ്ധി? പലർക്കും പല ബുദ്ധിയല്ലേ.
40 വയസ്സുള്ളവരുടെ ബുദ്ധിയാണ്, 30 വയസ്സുള്ളവന് വേറെ ബുദ്ധിയാണ്. അപ്പൊ ഏത് ബുദ്ധിയിൽ ഇത് കൊള്ളിക്കും? സലാസുല്ലമിക്ക് ഒരു ബുദ്ധി, കരുമ്പുരാക്കൽ വേറൊരു ബുദ്ധി, അത് കുബുദ്ധി. ബുഖാരിയാണോ മുസ്ലിമാണോ പിന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് സ്വീകരിച്ചോളണം. ആ അന്വേഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അവർ നടത്തിക്കഴിഞ്ഞു. അവർ ജീവിച്ച കാലഘട്ടത്തിലും തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ സ്വീകരിച്ചോളൂ സമാധാനത്തോടുകൂടി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം ബുഖാരി, അത് കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം മുസ്ലിം. ഈ രൂപത്തിലാണ് ഇത്രയും കാലം കഴിഞ്ഞു വന്നത്. ഇപ്പോഴെന്തോ ഒരു ചെറിയ ഒരു അസുഖം പോലെ വരട്ടെ. അസുഖം വേറൊന്നുമല്ല റഹ്മദനി, നമ്മളെ സുല്ലമിണ്ടാക്കിയ അസുഖ, കരിമ്പുലാക്കലും അലിമതിന് ഏറ്റുപാടിയ അസുഖ. എന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെതിരെ കുതിര കയറുക യവനും. ആരൊക്കെയെന്നറിയോ? വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഒരു സംഗതിയും പഠിക്കാത്തവൻ, വെറുതെ കുപ്പായം മാത്രം ഇട്ടവൻ. അങ്ങനെ തന്നെ പറയട്ടെ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൻ പോലും പ്രവാചകന്റെ ചര്യക്ക് നേരെ കുതിര കയറുക, എഴുതി പ്രസംഗിച്ച് ലേഖനം നടത്തി. ഇത് നമുക്ക് യാതൊന്നും വരുന്നില്ല. ഞാൻ വേദനിപ്പിച്ചതല്ല, നമ്മുടെ ഉത്തരവാദിത്വം ഉറപ്പിച്ചതാ. നാം ഒന്നും ഉണരണം. നിങ്ങൾക്ക് എന്ത് പറയണ്ടേ? അബ്ദുറഹ്മാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? മൂപ്പർ നിങ്ങൾ ആളല്ലേ? വർത്തമാനം ആകെ വീഴാൻ പോവണ, വീണ് അങ്ങേറ്റെത്തിയ സന്ദർഭത്തില് താങ്ങിരുത്താൻ കൊണ്ടുപോയത് ഖത്തർക്കാണല്ലോ, അല്ലേ? ആ അബ്ദുറഹ്മാനെ കുറിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അയാളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം പലയിടത്തും ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ബൈക്കിന്റെ പിന്നിൽ അന്യ പെണ്ണിന്റെ, അന്യ ആണിന്റെ പിന്നാലെ ഒരു അന്യ പെണ്ണിന് യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല എന്നും സ്പർശനം ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചാൽ മതി എന്നൊക്കെ പുടവ എന്ന് പറയുന്ന വനിതാ മാസികയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ഒരു സുല്ലമി എഴുതിയിട്ട് നിങ്ങൾ ഈ നാദാപുരത്ത് വന്ന് കേൾക്കുന്ന പ്രസംഗം കേൾക്കുന്ന ജനങ്ങളോടും ഈ സീഡി കേൾക്കുന്ന ജനങ്ങളെയും പേരോട് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഇത് ഞങ്ങളുടെ മാസികയാണ്, ഞങ്ങളുടെ മൗലവി എഴുതിയതാണെന്ന്. ഞങ്ങൾക്ക് എന്താ ആ മൗലയുമായിട്ട് ബന്ധം? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളിവിടെ അത് വിളമ്പുന്നതിന്റെ മുമ്പേ ഈ പാവപ്പെട്ടവൻ അത് കടപ്പുറത്ത് വെച്ച് നന്നായി പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടല്ല പറയുന്നത്. നിങ്ങളതിവിടെ വിളമ്പുന്നതിന്റെ മുമ്പേ ഞങ്ങളതിന്റെ പിറ്റേന്ന് തന്നെ ഞങ്ങളതിന് ശക്തമായി എതിർത്തിട്ടുണ്ട്. സംശയമുണ്ടോ? കടപ്പുറത്തെ പ്രസംഗം ഒന്ന് കേട്ടോളൂ. ആ ഭാഗം മാത്രം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, നിങ്ങൾ കേട്ടോളൂ. അടി ചോദ്യോത്തരമാണ്. എന്താ ചോദ്യോത്തരത്തിന്റെ ഹെഡിങ്? സ്ത്രീകൾ ബൈക്കിൽ യാത്ര ചെയ്യൽ. ഒരു സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ, പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴിവെക്കില്ലേ എന്ന ചോദ്യത്തിന് എന്താ മുഫ്തിയുടെ മറുപടി എന്നറിയാ? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധമില്ല. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. നോക്കണം, എങ്ങനെയപ്പാ പോണ കോലം? ബൈക്കിന്റെ പിന്നിൽ സ്പർശനം ഒഴിവാക്കി ഇരിക്കണ കോലം എങ്ങനെ? നോക്കണം നിങ്ങൾ. അങ്ങനെ പോണം. മാത്രല്ല സ്ഥിരമായി കൊണ്ടുള്ള യാത്ര ഉപേക്ഷിക്കുകയും ചെയ്യുക. സ്ഥിരം പോണ്ട, എപ്പോഴേലൊക്കെ പൊയ്ക്കോളി. എന്നിട്ട് അന്യ ആണിന്റെ ബാക്കിൽ ഇങ്ങനെ പെണ്ണ് ഇസ്ലാമിക വേഷവും ധരിച്ചിട്ട് പരമാവധി സ്പർശനം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവുക പോക്ക്? സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ സുന്ദരമായ ആ യഥാർത്ഥമായ വഴിത്താരയിൽ നിന്ന് വിട്ടാൽ ഇതിലപ്പുറം എഴുതും, അപ്പുറം എഴുതും. ഇത് നന്നായിട്ട് അവിടെ വിശദീകരിച്ചതാ. എന്നിട്ട് ഇവിടെ കൊടുന്ന് മൂപ്പര് വിളമ്പുക തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. ഇതല്ലേ വഞ്ചന? നമ്മളിത് എന്നോ പറഞ്ഞതല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ അവരൊക്കെ അവരെ വഴിക്ക് പോയത്. അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ തിരിച്ചു വരാൻ എന്ന് ദുആ ചെയ്യാ. അവരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. നിങ്ങൾക്ക് പേടിണ്ടാവും. നിങ്ങൾ മ്യൂസിക്കിന്റെ ആളാ, നിങ്ങൾക്ക് പേടിണ്ടാവും. മ്യൂസിക്കും കേട്ടല്ലോ ഉറങ്ങല്. നിങ്ങൾക്ക് ജിന്ന നല്ല പേടിണ്ടാവും. ഞങ്ങൾക്ക് പേടിണ്ടാവില്ല. ഞങ്ങളെ വീട്ടിൽ മ്യൂസിക് ഇല്ല. ഈ സലഫി പ്രസ്ഥാനവുമായി കൂടുതൽ ബന്ധപ്പെട്ടാൽ മ്യൂസിക് ഒഴിവാക്കും. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ടാവും. ഞങ്ങളെ വീട്ടിൽ നിന്ന് കഴിയുന്നത്ര ഞങ്ങള് ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ഞങ്ങൾ കണ്ട അപ്പൊ പറയും, എടാ ഈ ഫോട്ടോ എടുത്ത് ഒഴിവാക്കണം, ഫോട്ടോ പറ്റില്ല. പേപ്പറിലും മറ്റൊക്കെ ഫോട്ടോ ആണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ മൂലക്കിൽ കിടുക. പ്രതിമകള് ഷോക്കേസിൽ ഞങ്ങൾ വെക്കൂല. ജീവനുള്ളവരുടെ പ്രതിമ ഷോക്കേസ് വെക്കാം. കുട്ടികൾ കളിച്ചാണെങ്കിൽ കളിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഒഴിവാക്കും. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ തടസ്സമുള്ളതൊക്കെ ഒഴിവാക്കും. ശൈത്താൻ ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒഴിവാക്കും.
മലക്കുകൾക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടാക്കും. ഇയാളെ കണക്കില് ആകെ ലോകത്ത് ശൈത്താൻ മാത്രമേ ഉള്ളൂ. ശൈത്താൻ അങ്ങനെയൊക്കെ പാടെ കൈകൊടുത്ത എന്താ നമ്മൾ ചെയ്യാന്ന ഇയാളെ ബേജാറ്. അതിനെപ്പറ്റി അനുഭവം പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന പുസ്തകം യുവതാ ബുക്ക് ഹൗസ് അവരിറക്കിയ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ജീവികളുടെ ശബ്ദം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുവോട് അവന്റെ ഔദാര്യം ചോദിക്കുക, തീർച്ചയായും അത് മലക്കിനെ കണ്ടിരിക്കും. ബുഖാരി, മുസ്ലിം. ബുഖാരി മാത്രമല്ല മുസ്ലിമും. രാത്രി നായ്ക്കൾ കുരക്കുന്നതോ കഴുതകൾ കരയുന്നതോ കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടുക, തീർച്ചയായും അവ നിങ്ങൾ കാണാത്തതിനെ കണ്ടിരിക്കും എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ശൈത്താനെ കണ്ടിരിക്കും എന്നും വന്നിട്ടുള്ളതിനാൽ ഇവിടെ കാണാത്തത് കണ്ടിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ശൈത്താനാണ് ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കാം. കേരള നെടുവത്തുൽ മുജാഹിദീൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം വളരെ വ്യക്തമായി ഇതിലെ സഹീഹായ ഹദീസ് മാത്രമല്ലേ ഉദ്ധരിച്ചത്, ആ സഹീഹായ ഹദീസുകൾ മാത്രം വെച്ചുകൊണ്ട് അബ്ദുസ്സലാം സുലമി ഇവിടെ ഹദീസുകൾ ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് CP ഉമർ സുലമി അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതി. ഇതിപ്പോഴും വിൽക്കുന്നില്ലേ? ഉണ്ട്. ഇതിൽ വല്ല ഹദീസും ലൈഫുണ്ടെ തിരുത്തു കൊടുക്കൂലേ? കൊടുക്കും. പുതിയ പതിപ്പിൽ മാറ്റൂലേ? മാറ്റും. മാറ്റിയിട്ടില്ല. അബ്ദുസ്സലാം സുലമി അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷ ഹദീസ് സഹീഹാകുവാൻ ഇബ്നു ജൗസി റഹ്മത്തുള്ളയുടെ ഇമാം സുയൂത്തി റഹ്മത്തുള്ള, ഇബ്നു ഹജർ റഹ്മത്തുള്ള മുതലായ പണ്ഡിതന്മാർ പ്രസ്താവിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ഹദീസ് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ CP ബുഖാരി മുസ്ലിം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് നമ്മളെ നിബന്ധന ഒന്നും പൂർത്തിയാക്കില്ല. ഇനി ഒരു ധിക്കാരം കേട്ടോളൂ, ബുഖാരിയുടെ ദൃഷ്ടിയിൽ പൂർത്തിയായിരിക്കാം. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഹദീസ് നിഷേധത്തെ ഒറ്റപ്പെടുത്തി താടി നീട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. സക്കരിയ സ്വലാഹി തന്നെ വിശദീകരിക്കുന്നു. എനിക്കൊരു വലിയ ആരോപണം, താടി വെക്കാത്തവനും താടി നീട്ടാത്തവനും മുർത്തദും കാഫിറുമാണെന്ന് ഞാൻ പറഞ്ഞു. ശുദ്ധ വഞ്ചന. താടി വടിക്കുന്നതിനെ സംബന്ധിച്ച് അത് തെറ്റാണെന്നും താടി വളർത്തൽ അത്യാവശ്യമാണെന്നും റസൂലോ സഹാബത്തോ താടി വടിച്ചിട്ടെന്നൊക്കെ വ്യക്തമായി ഞാൻ പറയുന്ന ഭാഗം ഇട്ടിട്ട് ഒരൊറ്റ മാറ്റല്. അതെന്താ? വേറൊരു പ്രസംഗത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ കാഫറാന്ന് സമ്മതിക്കുക. അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടിട്ട് താടി വെച്ചവൻ മുർത്തദും കാഫറുമാണെന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞിരിക്കുന്നു. ഈ തരം വഞ്ചനയൊക്കെ ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരലോകത്തിൽ വിശ്വാസമല്ലേ? ഞാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, എനിക്കങ്ങനെ വാദമില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആൻ, ആ ഖുർആനോട് യോജിക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് പോലും സലാസുല്ലമിയുടേതായ തിരുത്തൽ വാദങ്ങൾ ആ വ്യാഖ്യാനത്തിൽ അവതരിപ്പിച്ചതായി കാണാം. അതിലൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന സംഭവം അത് ഏത് കുട്ടിക്കും അറിയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുഅ്ജിസത്ത് എന്ന നിലക്ക് ചന്ദ്രൻ രണ്ടായി പിളർന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആനും പറഞ്ഞു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുമെന്ന് പറഞ്ഞാൽ അത് ലോകാവസാനത്തിൽ ചന്ദ്രൻ പിളരും എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് അവിടെ ബുഖാരി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നു എന്നതിനെ കുറിച്ചല്ല. നാസ പുറപ്പെടുവിച്ച അപ്പോളോ 10 അത് പകർത്തിക്കൊണ്ടുവന്ന ഒരു ചിത്രം, ആ ചിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ചില രംഗങ്ങൾ നാസ പുറത്തുവിട്ടു. അതെന്താണ്? ചന്ദ്രനിൽ ചില പാടുകൾ കണ്ടു, കാണാൻ കഴിയുന്നു. എന്താണ് ആ പാടുകൾ, എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ആ ചന്ദ്രന് ആ രൂപത്തിലുള്ള പാടുകൾ ഉണ്ടായത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. 200 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി അത് കണ്ടു തുടങ്ങിയത്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നാസയുടെ സൈറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്രയും വ്യക്തമായ രൂപത്തിൽ ഹദീസുകളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോ ആ ദുർവ്യാഖ്യാനങ്ങളെ തുറന്നു കാട്ടുക എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും സംരക്ഷണത്തിന് വേണ്ടി കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വിശദീകരിക്കുന്നത്. മാത്രല്ല സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ഹിപ്നോട്ടിസം. പക്ഷെ ഈ സുല്ലമി പറയുന്നത് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ടെന്ന. ഒന്ന് കേൾപ്പിച്ചോളിക്കും. ഹിപ്നോട്ടിസം ഇസ്ലാമികമായി തെറ്റാണോ? ഹിപ്നോട്ടിസം തെറ്റൊന്നല്ല. തെറ്റെന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് വേണ്ടാത്തൊന്നും ഇതാക്കരുത്, ദൈവമെന്നൊക്കെ പറയാം.
സായിബാബ മേജിക്കോ ചെയ്യേണ്ട ദൈവമാവാം, ചീഫ് നോട്ട്സ് എന്താ അങ്ങനെ ഉപയോഗിക്കാം, കേസ് ആലോചിക്കാനൊക്കെ പോയി എന്താ തെറ്റ്? അതിൽ ജിന്നുമില്ല. അത് എനിക്കും പഠിച്ചു, ഞാൻ കുറെ പഠിച്ചതാ, പിന്നെ നിർത്തിയതാ. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പെണ്ണുങ്ങളൊക്കെ സംസാരിക്കണം, മുഖത്തുകൂടെ നോക്കിക്കൊണ്ട് നിൽക്കും, അപ്പൊ തെറ്റിദ്ധരിക്കും. അപ്പൊ അതിന്റെ ഊരാണ് പഠിച്ചത്. കാരണം നമ്മുടെ പോയിന്റിൽ തന്നെ ഇങ്ങനെ നോട്ടാതെ നോക്കിക്കണം. അത് മാനസികമായി ഉപയോഗിക്കാതെ ഭക്ഷണത്തിലെ പഠിച്ചിന് വിരോധമില്ല, അതിനൊക്കെ ഉപയോഗിക്കാൻ നല്ല ഏർപ്പാടാണത്. എങ്ങനെയുണ്ട്? പഠിച്ചിന് വിരോധമൊന്നുമില്ല, നല്ലൊരു ഏർപ്പാടാണത്. ഏത്? ഹിപ്നോട്ടിസം നല്ല ഏർപ്പാടാണെന്നാ സുല്ലമി പറയുന്നത്. പക്ഷേ അത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് അമാനി മൗലവി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഈ അൽ-ബഖറ 102 വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നു. എന്ന് മാത്രമല്ല, ഇതിന് ഇദ്ദേഹം പറയുന്നുണ്ട്, ആര്? ഉസ്മാൻ ഡോക്ടർ പറയുന്നുണ്ട്, സെൽഫ് ഹിപ്നോട്ടൈസ് ചെയ്ത് ശീലിക്കണം, എന്നാൽ മാത്രമേ ഹിപ്നോട്ടിസം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് അമാനി മൗലവിയും അതുപോലെ തന്നെ ഉസ്മാൻ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറയാം നല്ലൊരു ഏർപ്പാടാണ്, ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യാം, ഞാൻ പെണ്ണുങ്ങളെ ഇങ്ങനെ നോക്കേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. അപ്പൊ ആണുങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യാൻ ഇപ്പോഴും ഇയാളെടുത്ത് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. ഇയാള് സിഹിറിന്റെ ഇനങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. ഏതൊക്കെ ഇനി ഇയാൾ മറ്റൊന്നും പറഞ്ഞു കൊടുക്കും, ഇയാൾ സിഹിറിനെ പഠിച്ചിട്ടുള്ളതാണ്. അത് കാണിച്ചു കൊടുക്കും. ഇവിടെ മറ്റുള്ള സിഹിർ ചെയ്യുന്ന ആളുണ്ട്, ഓലെ ഞങ്ങൾ വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളെക്കാൾ എനിക്കറിയാം. ഞാൻ അസ്മാന്റെ കിതാബും തെൽസമാത്തിന്റെ കിതാബും ഓതി എനിക്കറിയാം സിഹിർ ചെയ്യുന്ന രീതി. നിങ്ങളെക്കാൾ കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട്. തെൽസമാത്തിന്റെ കിതാബും വായിച്ചിട്ടുണ്ട്, അസ്മാന്റെ കിതാബും വായിച്ചിട്ടുണ്ട്. സിഹിറിന്റെ ഏർപ്പാട് എനിക്കറിയാം, അതിന്റെ പരിപാടി എനിക്കറിയാം, എന്താ ഏർപ്പാടെന്നുള്ളത്. അപ്പൊ സിഹിറും മൂപ്പർക്കറിയാം. സിഹിറിന്റെ ഇസ്ലാമിന്റെ വിധി എന്താ? സിഹിർ പഠിച്ചോ കാഫറാണെന്ന. മനസ്സിലായില്ലേ? സിഹിർ പഠിക്കാൻ തന്നെ പാടില്ല, സിഹിർ പഠിച്ചോ കാഫറാണെന്നാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇയാളെ കൊല്ലും, സിഹിർ പഠിച്ചു എന്ന് പറഞ്ഞിരുന്ന. എന്നിട്ട് അയാൾ അഭിമാനത്തോടെ പറയാ, എനിക്കും അറിയാ, ഞാനും പഠിച്ചൂണ്, ഞാൻ ഇസ്മിന്റെ കിതാബ് ഓതിയാണ്. എന്നിട്ട് പറയാണ് ഞാൻ പഠിച്ചൂണ്. അപ്പൊ സിഹിറും പഠിച്ചിന് ഇയാള്, അതുപോലെ തന്നെ ഹിപ്നോട്ടിസം. ഞാൻ അവസാനിപ്പിക്കുന്ന മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിറുമായി ബന്ധപ്പെട്ട സംഗതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഷബാബ്, 2 ഷബാബിൽ ആ വിഷയം ചോദ്യോത്തരമായി വന്നു. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പ്രവാചകന് ബാധിച്ചിട്ടുണ്ട്, വേദന തോന്നി എന്നൊക്കെ പറഞ്ഞ് ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയുള്ളത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സിഹിർ ബാധിച്ചവനാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. വളരെ കൂളായി ഒരു വർത്താനല്ല. എന്ത് ബുഖാരി, എന്ത് മുസ്ലിം. ഇനി സിഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൗഫാദിന് പറഞ്ഞു, ഇതിനെപ്പറ്റി മറ്റൊരു എന്താ പറയാനുള്ളത് കേട്ടോളി. ഇനി ഞാൻ ഈ ഖുറാനിൽ വന്ന കാര്യങ്ങളൊന്ന് പഠിക്കാൻ മെനക്കെട്ടോ നമ്മൾ 2 മിനിറ്റ്. എന്താ മനസ്സിലാവുക? സിഹിർ എന്നൊരു പറഞ്ഞ വസ്തുതയുണ്ട് എന്ന് ഖുറാൻ അംഗീകരിക്കുന്നു. പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്ന പറഞ്ഞാൽ ദീനിയായി അനുവദനീയമെന്നർത്ഥമില്ല, സാധിക്കുന്ന ഒരു വിജ്ഞാനം. എന്തെല്ലാം ഉൽമ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി ദുനിയാവില്, ആ കൂട്ടത്തിലൊരു ഉൽമ് സിഹിർ കൊണ്ട് ഉൽമ ചെയ്യുക. അങ്ങനത്തെ ഒരു വിജ്ഞാനം, ഒരു അറിവ്, ഒരു സംഗതി ഉണ്ട് എന്ന് ഖുറാൻ അംഗീകരിക്കുന്നു. സിഹിർ ഇല്ല എന്ന് പറയാൻ നടക്കണ ഖുറാൻ അതുണ്ടെന്ന് പറയും, ഉണ്ട് സംഗതി. ഇവരെ പരിഹാസം പോയി എവിടെത്തി? അതാണ് ഹദീസിന് നേരെ കുതിര കയറാൻ. ഇവരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് കരുതി തള്ളണോ തട്ടണോ? നേരെ മറിച്ച് ചെറിയ മുണ്ടത്തെ വിളിച്ചു ചോദിച്ചു, അല്ല ബുഖാരിയിലെ ഹദീസ് തള്ളാൻ പറ്റുമോ? ആ സമയത്ത് ചെറിയ മുണ്ടൻ പറഞ്ഞ മറുപടി കേട്ടോളൂ. ഈ ബുഖാരിയിലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിക്കുന്ന ഹദീസ് ഖുർആന് വിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് എന്താണ് ഉസ്താദ്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോഴത് ആ സിഹർ ആ നബിക്ക് സിഹർ ബാധിച്ച ഹദീസ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഹദീസ് തള്ളിയാന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഉൾക്കമത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല. കാരണം ഹദീസുകളെ സംബന്ധിച്ച് അതിന്റെ വ്യവസ്ഥകളും ചിട്ടകളും ഒക്കെ ഉണ്ട്. അപ്പൊ പൂർവ്വകാല പണ്ഡിതന്മാര് പല മാനദണ്ഡങ്ങളും വെച്ചിട്ടാണ് ഹദീസിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സ്വീകാര്യമല്ല എന്നൊക്കെ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവർ പറഞ്ഞു നടന്നോട്ടെ. കണ്ടോ ചെറിയ കൂട്ടം പറയണത് എനിക്ക് പ്രയാസമുണ്ട് ഹദീസ് തള്ളാൻ. അത് ഒഴുക്കമട്ടി പറയാൻ പറ്റുന്ന കാര്യമില്ല. നാട്ടിക്ക് ഗൗരവം മനസ്സിലാക്കിയവരാണ് അവർ. ഈ രൂപത്തിൽ ഹദീസുകളെ പുച്ഛിക്കുന്ന ദുരവസ്ഥയിലേക്ക് മടവൂരികൾ നീങ്ങിപ്പോകുന്നു. എന്നാൽ അബ്ദുർ റഊഫ് മദനിയെ പോലെ, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ പോലെ പ്രഗത്ഭരായ അറിയപ്പെട്ട ആളുകൾ അവർ സിഹ്ർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതന്മാർ ചെയ്തു എന്ന് പറഞ്ഞ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചത് അത് സഹിഹാണ്, സ്വീകരിക്കണം, അത് തള്ളാൻ പറ്റൂല എന്ന് പറയുമ്പോ ഇവിടെ ചില മുല്ലമാരിറങ്ങി പ്രസംഗിക്കുന്നത് എന്താണെന്നറിയോ? അവരൊക്കെ സ്വർഗത്തിൽ കടക്കാത്തവരാണ്. ആര് സ്വർഗത്തിൽ പോകൂല? ചെറിയ മുണ്ട സ്വർഗത്തിൽ പോകൂല. 23 കൊല്ലക്കാലം പഠിച്ച അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടാണ് നടന്നിട്ടുള്ളത്. ഈ സമയങ്ങളിൽ ഇതിന് ശേഷമുള്ള കാലങ്ങളിലൊക്കെ ബുഖാരിയെ പരിശോധിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ സൂക്ഷ്മമായ അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കും വിധത്തിൽ വിശദീകരണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിന്റെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സംശയം ബാക്കിയില്ല. പക്ഷെ മടവൂരിയൊക്കെ ഇപ്പോഴും ബാക്കിയാണ്, അലി മദനിക്ക് ഇപ്പോഴും ബാക്കിയാണ്. എന്താണ് നിങ്ങൾ ആലോചിച്ചു? ആ പഴയ പല പണ്ഡിതന്മാരും ബുഖാരിന്റെ റാവിമാർക്കെതിരെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കാലത്ത് തന്നെ പണ്ഡിതന്മാർ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സംശയം ബാക്കിയില്ല എന്നാ മൂപ്പര് പറഞ്ഞത്.